ഈ പ്രശ്നത്തിന്റെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറയാം. ഈ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിന്റെ മൂല കാരണം അന്വേഷിച്ചു ചെന്നാൽ അതിനൊരു ഒറ്റ ഉത്തരവാദി ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിന്റെ ഒരൊറ്റ ഉത്തരവാദിയുള്ളൂ. അത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കോളനി വാഴ്ചയോടുള്ള ദുരമൂത്ത കോളനി വാഴ്ചയോടുള്ള താല്പര്യം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽ പാലസ്തീൻ എന്ന് പറയുന്ന ഇന്നെത്തി നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതിന്റെ മൂല കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് താല്പര്യമാണ്, ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയോടുള്ള താല്പര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ഇതിന് 1000 വർഷം 2000 വർഷം 3000 വർഷം ഒന്നും മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ പ്രശ്നം ശരിക്കും ആരംഭിക്കുന്നത് ഏതാണ്ട് 1916-17 കാലഘട്ടങ്ങളിലാണ്. അതിനു മുൻപ് യൂറോപ്പിൽ ഏതാണ്ട് 500-600 വർഷങ്ങളായി ആന്റി സെമിറ്റിക് ആയ ഒരു സെന്റിമെന്റ്സ് യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ യഹൂദൻ എന്ന് പറയുന്നവൻ അത് ആരംഭിച്ച ഏതാണ്ട് മാർട്ടിൻ ലൂതറിന്റെ കാലം തൊട്ടാണെന്ന് പറയാം. ശരിക്കും നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആള് കത്തോലിക്ക മതത്തിൽ നിന്ന് മാർപ്പാപ്പയെ നിഷേധിച്ചുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉദയം ചെയ്യുന്നതിന് കാരണക്കാരായ ഒരു വലിയ മനുഷ്യൻ എന്നാണ് നമ്മൾ കരുതുന്നത്. അത് ശരിയുമാണ്. പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വളരെ ഇരുളടഞ്ഞ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് യഹൂദ വിരോധമായിരുന്നു. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, യഹൂദനും നുണകളും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് കോപ്പി ലെഫ്റ്റ് ഉള്ള ബുക്കാണ്. ആർക്ക് സൗജന്യമായി വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ നിങ്ങൾ ഇപ്പം നെറ്റ് സെർച്ച് ചെയ്താൽ അത് കിട്ടും കേട്ടോ. അത് ഫ്രീ ആയിട്ട് ഉള്ള ഒരു പുസ്തകമാണ്, കോപ്പി ലെഫ്റ്റ് ബുക്കാണത്. അതിനകത്ത് മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത് സിനഗോഗുകൾ ഇടിച്ചു നിർത്തണമെന്നും, അതായത് ക്രിസ്തുവിനെ കൊന്നത് യഹൂദന്മാരായതുകൊണ്ട് അവർ നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ അർഹതയില്ലാത്തവരാണെന്നും അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണെന്നും, പരലോകത്തിൽ മാത്രമല്ല ഇഹലോകത്തിലും അവർ ഒഴിവാക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ സിനഗോഗുകൾ ഇടിച്ചു നിർത്തണമെന്നും ഇടിച്ചു നിർത്താൻ പറ്റാത്തതിന് മാലിന്യമിട്ട് മൂടണമെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. യഹൂദന്മാരും നുണകളും എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അങ്ങനെ യഹൂദ വിരോധം എല്ലാ കാലത്തും, യഹൂദന്മാർ പലായനം ചെയ്ത് അവിടെ യൂറോപ്പിൽ ചെന്ന കാലം മുതൽ അവരൊരു വേറെ സൊസൈറ്റിയായി നിന്നതുകൊണ്ടും അവിടെ സക്സസ്ഫുൾ ആയതുകൊണ്ടും ആ എല്ലാ രാജ്യങ്ങളിലെയും ഉള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ടാപ്പ് ചെയ്യുന്നതിൽ ഇവർ കുശാഗ്ര ബുദ്ധി ആയിരുന്നതുകൊണ്ടും ഇവർ ഒരു വേറിട്ട സമൂഹമായതുകൊണ്ട് ഒരിക്കലും ഇവരൊരു പ്രോപ്പർ അസിമിലേഷൻ ഒരിക്കലും നടന്നിരുന്നില്ല. വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്ത് ആ സമൂഹത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പ്രോപ്പർ അസിമിലേഷൻ നടക്കാതെ വേറെ സൊസൈറ്റിയായി നിലനിന്നു. അങ്ങനെ തദ്ദേശീയരുമായി അത് ഒരു രാജ്യത്തും, ഇപ്പൊ ഓരോ രാജ്യത്തും, യൂറോപ്പിലെ ഒരു രാജ്യം ഒരു ഹോമോജീനിയസ് സൊസൈറ്റി ഒന്നും അല്ലല്ലോ. എന്നിരുന്നാൽ പോലും ആ ഒരു രാജ്യത്തും ഇവർ കൃത്യമായി ആ സൊസൈറ്റിയുമായി ചേർന്ന് പോകാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ വരികയും അങ്ങനെ യഹൂദ വിരോധം അവിടെ വരികയും ചെയ്തു. അതിങ്ങനെ വർദ്ധിച്ചു വന്ന് പിന്നീട് മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ടായി. അത് പിന്നെ മുമ്പോട്ട് വന്ന് ലൂതറൻ സഭകൾ ഉണ്ടാകുന്നു. കാൽവിന്റെ കാലം എത്തിയപ്പോഴേക്കും കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് കാൽവിനിസമായി, ലൂതറൻ സഭകളായി, മെത്തോഡിസ്റ്റ് സഭകളായി, ഇവാഞ്ചലിക്കൽ സഭകളായി, ആംഗ്ലിക്കൻ ചർച്ചുകളുണ്ടായി. ഇങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട സഭകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു മതപരമായ ഒരു എലിമെന്റ് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. കാരണം കത്തോലിക്ക സഭയ്ക്ക് നമ്മുടെ നാട്ടിൽ മലയാളികൾ ഈ കൂടുതൽ കത്തോലിക്കർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കത്തോലിക്കരുടെ വീട്ടിൽ ബൈബിൾ വായിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അത് വിശദീകരിക്കേണ്ടത് പട്ടക്കാരും മേൽപ്പട്ടക്കാരും എന്ന് പറഞ്ഞാൽ കർദിനാൾമാരും പോപ്പും മെത്രാന്മാരും അച്ഛന്മാരും വിശദീകരിക്കില്ല. അത് ബൈബിൾ വീട്ടിൽ വായിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം അതിന്റെ ഭാഷ ദുർഗ്രഹമാണ് എന്നുള്ള ധാരണയിലും പിന്നെ വിശദീകരിക്കേണ്ടത് ചർച്ചിലാണ് ബൈബിളിന് മേൽ അതോറിറ്റി. ഇതായിരുന്നു കൺസെപ്റ്റ്. ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് ഈ മാർട്ടിൻ ലൂതറിന്റെ വരവോടുകയാണ്. അത് ഈ നവീകരണ സഭകളോട് വരികയാണ്. അവർ ബൈബിൾ എടുക്കാനും വായിക്കാനും തുടങ്ങി. ആ സമയത്താണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ബുക്ക് ഓഫ് റെവലേഷൻ, ബൈബിളിന്റെ അവസാനത്തെ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഇതാരും വായിച്ചിരുന്നില്ല. കാരണം ഒന്നത് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ഭാഷയായിരുന്നു, വളരെ ദുർഗ്രഹമായ ഭാഷ, കുറെ ഉപമകളും ഉപമാനോപമയങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക ഭാഷ. അപ്പൊ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അത് ആരും വായിച്ചിരുന്നില്ല. പക്ഷെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ സഭകൾ വന്നപ്പോൾ, അത് കാൽവിന് ശേഷം പിന്നീടാണ് ഈ പെന്തിക്കോസ്ത് പോലുള്ള സഭകൾ വന്നപ്പോൾ, ബ്രദറൻ പോലുള്ള സഭകൾ വന്നപ്പോൾ അവർ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുകയും വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രണ്ടാമത് പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ക്രിസ്തു വരികയുള്ളൂ, ക്രിസ്തുവിന്റെ രണ്ടാം വരവാണല്ലോ ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം, അങ്ങനെ വരികയുള്ളൂ എന്നുള്ള ചില സൂചനകളുള്ള വാചകങ്ങളുണ്ട് താനും. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് അത് വ്യാഖ്യാനിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. കൃത്യമായി അങ്ങനെയില്ല. അങ്ങനെ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ബൈബിളിലെ എസ്കാറ്റോളജി എന്ന് പറയും, അന്ത്യകാല ശാസ്ത്രം. അതായത് അതുവരെയുള്ളത് ഇന്ന് വരെ നടന്ന കാര്യങ്ങളാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എവിടെയാണെന്ന് മാത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം, അതായത് ബുക്ക് ഓഫ് റെവലേഷൻ. ഇതിന്റെ ഇക്വലന്റ് ആയിട്ട് പഴയ നിയമത്തിലുള്ള പുസ്തകമാണ് ദാനിയേൽ പ്രവചനം എന്ന് പറഞ്ഞ പുസ്തകം. അപ്പൊ ദാനിയേൽ പ്രവചനത്തിലും മറ്റ് പുസ്തകങ്ങളിലും ഒക്കെ തിരഞ്ഞ് ഈ ബുക്ക് ഓഫ് റെവലേഷനിൽ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യമായ വാചകങ്ങൾ കണ്ടുപിടിച്ച് ഇവരെത്തിച്ചേർന്ന, അതായത് ഈ ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു രാജ്യം ആയാൽ മാത്രമേ ക്രിസ്തു വരികയുള്ളൂ. അതിന് ഒരുപക്ഷെ നിങ്ങൾ ബൈബിളുമായി വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്കറിയാം, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കും നിങ്ങൾ എന്നറിയുമെന്ന് ക്രിസ്തു പറഞ്ഞ ചില വാചകങ്ങളൊക്കെ ഉണ്ട്. അത്തി എന്ന് പറഞ്ഞാൽ യഹൂദനാണ്, അവൻ തളിർക്കുന്നതാണ് യഹൂദ രാജ്യം ഉണ്ടാകുന്ന, ഇതൊക്കെ വ്യാഖ്യാനമാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ. അങ്ങനെ
ഇസ്രയേൽ ഒരു രാജ്യം, അപ്പൊ യഹൂദന്മാർ അവിടെ പ്രശ്നത്തിലാണ് യൂറോപ്പിൽ ഓൾറെഡി. അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല, അവിടുത്തെ ജനങ്ങളുമായി ചേരുന്നില്ല. അപ്പൊ അപ്പോഴത്തേനും ഹോളോകോസ്റ്റിന്റെ കാലം എത്തിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പത്തെ സമയമാണ്. അപ്പൊ ജർമ്മനിയിൽ ഈ പറയുന്ന ഹിറ്റ്ലർ ജയിക്കുന്നത് 1930 ജൂൺ 30 മറ്റോ ആണ്. അപ്പൊ അവിടെ വരെ എത്തിയിട്ടില്ല കാര്യങ്ങൾ. അതിനു മുൻപ് തന്നെ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, സുവിശേഷകന്മാർ, ഞാൻ അവരുടെ നിന്ന് പേര് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുക, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇടാം, അങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്ന് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വരികയാണ്, യഹൂദന്മാർ തിരിച്ചുപോയി ഇസ്രയേൽ ഒരു രാജ്യമാണ്. ഇതിനെയാണ് ക്രിസ്ത്യൻ സയണിസം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ സയണിസമാണ് ആദ്യം ഉണ്ടാകുന്നത്, യഹൂദ സയണിസം അല്ല, ജൂ സയണിസം അല്ല. ആദ്യം ഉണ്ടാകുന്നത് ക്രിസ്ത്യൻ. പക്ഷെ ക്രിസ്ത്യൻ സയണിസത്തിന്റെ പ്രത്യേകത അതൊരു രാജ്യത്തെ കീഴടക്കിയും പിടിച്ചടക്കിയും കയ്യേറ്റം ചെയ്തു ഒന്നും ഉണ്ടാകണമെന്നായിരുന്നില്ല. മാത്രമല്ല അതിന്റെ രാഷ്ട്രീയ താല്പര്യമില്ലായിരുന്നു. അവരുടെ ഏക താല്പര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു വരണം. ക്രിസ്തു രണ്ടാമത് വരണമെങ്കിൽ യഹൂദ രാജ്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകണം, യഹൂദന്മാർ മടങ്ങിപ്പോക്ക് സാധ്യമാകണം. അങ്ങനെ വന്നാൽ മാത്രമേ ക്രിസ്തു വരികയുള്ളൂ എന്നുള്ള സ്പിരിച്വൽ ആയ ഒരു ആസ്പെക്ടിന്റെ പേരിലാണ് ആദ്യം ക്രിസ്ത്യൻ സയണിസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ജൂ സയണിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിയോഡർ ഹെർസലിന്റെ പ്രധാനപ്പെട്ട ഉപദേശകൻ ഒരു പാസ്റ്റർ ആയിരുന്നു, ഒരു ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെയും താല്പര്യപ്രകാരമാണ് യഹൂദ സയണിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് യൂറോപ്പിൽ ആരംഭിക്കുന്നത്. അപ്പൊ യഹൂദ സയണിസത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെടുന്നു, എല്ലാ രാജ്യങ്ങളും തിരസ്കൃതരാകുന്നു, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാജ്യം വേണം. അതേതാണ്ട് 1906-കളിലൊക്കെയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു രാജ്യം വേണം. അത് യൂറോപ്പിനെ മാതൃകയിലുള്ള രാജ്യമായിരിക്കണം. അതായത് യൂറോപ്പിന്റെ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളും പുരോഗമിച്ച സൊസൈറ്റിയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു രാജ്യമായിരിക്കണം. പക്ഷെ ഞങ്ങളുടേത് മാത്രമായിരിക്കണം. അങ്ങനെ ഇവര് സയനിസ്റ്റ് മൂവ്മെന്റ് ആരംഭിക്കുന്നു. സയനിസ്റ്റിന്റെ കോൺഫറൻസുകൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നു 5ാമത്തെ കോൺഫറൻസിലാണെന്നോ, ഇപ്പൊ ആര് ബേണിലുള്ള ആരോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ബാസലിലാണെന്നോ 6ാമത്തെ കോൺഫറൻസ് നടന്ന സമയത്ത്. അല്ല, ആദ്യത്തെ കോൺഫറൻസും ബാസലിലാണ് നടന്നത്. അപ്പൊ അത് സ്വിറ്റ്സർലൻഡിലാണല്ലോ അല്ലേ? അതെ. അപ്പോൾ ആ കോൺഫറൻസിൽ ഇവർ വെച്ച പ്രോഗ്രാമുകളൊന്ന് ഉഗാണ്ട പ്രോഗ്രാം എന്നായിരുന്നു. അതിന്റെ പേര് നിങ്ങൾ നെറ്റിൽ ഇത് അടിച്ചു നോക്കിയാൽ കിട്ടും, ഉഗാണ്ട പ്രോഗ്രാം എന്ന്. നിങ്ങൾ പിന്നീട് താല്പര്യമുള്ള സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ ഈ പറയുന്നതിന്റെ എല്ലാത്തിന്റെയും മൈക്രോ ഡീറ്റെയിൽസോട് പോയി കഴിഞ്ഞാൽ ബോറടിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഉഗാണ്ട പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അന്ന് അവർ തീരുമാനിച്ചു, നമുക്ക് അന്ന് ബെറുണ്ടി, റുവാണ്ട, അന്ന് റുവാണ്ട എന്നല്ല ടാങ്കനിക്ക എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഈ സ്ഥലങ്ങളിലെല്ലാം കുറെ ജൂസ് സെറ്റിൽമെന്റ് ഉണ്ട്. അപ്പൊ എന്നാ നമുക്ക് അവിടെ പോയി ഒരു രാജ്യം സ്ഥാപിക്കാം. അവിടെയും അന്ന് ബ്രിട്ടീഷ് കോളനിയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അത് പറഞ്ഞ് അവിടെ ഒരു കോളനിയായി, അവിടെ ഒരു രാജ്യമായി, ഒരു ടെറിട്ടറി ആയി അവിടെ തിരിച്ച് അവിടെ യഹൂദന്മാർ താമസിച്ച് ഒരു രാജ്യം സ്ഥാപിക്കാം എന്നുള്ളതായിരുന്നു ഒരു പദ്ധതി. അതിന്റെ പേര് ഉഗാണ്ട പ്രോഗ്രാം എന്നാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം യഹൂദന്മാർക്കും അർജന്റീനയോടായിരുന്നു താല്പര്യം. കാരണം അർജന്റീന ഒരു യഹൂദ സിമ്പതൈസർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് എല്ലാ കാലത്തും നിലനിന്നത്. ഈവൻ ഹോളോകോസ്റ്റ് കഴിഞ്ഞ കാലത്തും ഹോളോകോസ്റ്റിൽ നിന്നുള്ള കുറ്റവാളികൾക്ക്, നാസി കുറ്റവാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭയം കൊടുത്ത രാജ്യവും അർജന്റീന എന്ന് പറഞ്ഞത്. അപ്പൊ അർജന്റീനയിലേക്ക് പോയി അവിടെ ഒരു രാജ്യം സ്ഥാപിക്കാം, അവിടെ ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയും ഇവരുടെ പ്രസൻസ് ഉണ്ട്. ഇത് വരുന്ന സമയത്താണ് എന്തുകൊണ്ട് പാലസ്തീനയിലേക്ക് തന്നെ പോയിക്കൂടാ എന്നുള്ള ഒരു ആശയം വരുന്നത്. ശരിക്കും ബ്രിട്ടീഷ് താല്പര്യമാണ്. അന്ന് ഷെയ്ം ഇസ്മാൻ എന്ന് പറയുന്ന റഷ്യൻ വംശജനായ ഒരു യഹൂദൻ അന്ന് മാഞ്ചസ്റ്ററിൽ താമസിക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജോർജ് ലോയിഡും അദ്ദേഹം വളരെ സൗഹൃദമായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്ക് ഇവർ പാലസ്തീനിൽ തന്നെ എന്താണ് താല്പര്യം. അപ്പോഴത്തേക്കും 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന ഘട്ടമായി. അപ്പോ 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടൻ തുർക്കിക്കെതിരാണ്. അന്ന് തുർക്കിയില്ലല്ലോ, ഒട്ടോമാൻ സാമ്രാജ്യം. ഈ അറബെല്ലാം ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഈ അറബികളെല്ലാം. പക്ഷേ ഈ 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോഴത്തേക്കും ഒട്ടോമാൻ ഗവൺമെന്റിന് ഈ അറബികളെ കൂടെ നിർത്താൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഇവരെല്ലാം മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ആണെങ്കിലും വംശീയതയിൽ ഇവർ അറബ്സും, അവർ തുർക്സ്, കുറെ പേര് പേർഷ്യൻസ്. അപ്പൊ ഈ അറബ് ദേശീയതൊക്കെ ഉയർന്നു വരുമ്പോൾ ഇവരുടെ മതം ഒന്നാണെങ്കിലും ഇവരെല്ലാം പിരിച്ചുവിടണമെന്നും ഇവരെ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സാമ്രാജ്യമായിട്ട് ഒട്ടോമാൻ നിലനിൽക്കണമെന്ന് താല്പര്യം ഒട്ടോമാനും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ യം തുർക്ക് എന്ന് പറയുന്ന യുവ തുർക്കികൾ എന്നൊക്കെ നമ്മൾ സിനിമയിൽ പറയില്ലേ, യം തുർക്ക്, തലാത്ത് പാഷ, ഐവർ പാഷ, ഇസ്മായിൽ പാഷ, ഇവർ 3 പേരാണ് യം തുർക്ക് എന്ന് പറയുക, യുവ തുർക്കികൾ. ഇവരുടെ കാലം എത്തിയപ്പോഴത്തേന് അങ്ങനത്തെ ഒരു താല്പര്യം, അതായത് പെർഷ്യനെ, ഇറാനെയും തങ്ങളുടെ കൂടെ നിർത്തേണ്ടതില്ല, അറബ് രാജ്യങ്ങളെയും കൂടെ നിർത്തേണ്ടതില്ല, മതം ഒന്നായിക്കോട്ടെ, എന്നാലും അവരുടെ വംശീയത വേറെ ആയതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യം വരുന്ന അപ്പോഴത്തേക്കും 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ബ്രിട്ടൻ 1-ാം ലോക മഹായുദ്ധ കാലത്ത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ പക്ഷം ചേർന്നാൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ തുർക്കിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്ര രാജ്യങ്ങളായി വിടാമെന്ന് അവരോട് വാഗ്ദാനം ചെയ്തു. ഈ സമയത്ത് ഇവിടെയാണ് ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അങ്ങനെ 1-ാം ലോക മഹായുദ്ധം ബ്രിട്ടൻ ജയിക്കുന്നു. തുർക്കി എന്ന് ഒട്ടോമാൻ ഭരണകൂടം ഇല്ലാതാവുന്നു. തുർക്കി എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക് ഓഫ് തുർക്കി നിലവിൽ വരുന്നു. ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്നു. പക്ഷെ അറേബ്യൻ രാജ്യങ്ങൾ മിക്കതും സ്വതന്ത്ര രാജ്യങ്ങളായി മാറുന്നില്ല. അങ്ങനെ മാറാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഇതാണ് ശരിക്കും ലോക കൊളോണിയൽ ചരിത്രത്തിലെ യൂറോപ്പ് ചെയ്ത ചതികളിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ്. അത് ബ്രിട്ടനും ഫ്രാൻസും ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിടുകയാണ്. ആ എഗ്രിമെന്റ് പേര്, ഇത് നിങ്ങൾ നെറ്റിൽ ഇത് വിഷയമായി താല്പര്യമുള്ള നിശ്ചയമായും ഇപ്പൊ എഴുതിയെടുക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഞങ്ങൾ ഇതിന്റെ
കമന്റിൽ ഇടുകയോ ചെയ്യാം. സൈക് പീക്കോട്ട് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ്, ഇതൊരു സീക്രട്ട് എഗ്രിമെന്റ് ആയിരുന്നു. സൈക്സ് പീക്കോട്ട് എഗ്രിമെന്റ്, ഈ SYKES -PICOT എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു രഹസ്യമായ എഗ്രിമെന്റ് ആയിരുന്നു. ഇത് അറിയാവുന്ന ഏക രാജ്യം ഒന്ന് റഷ്യയായിരുന്നു. റഷ്യക്ക് ഇത് സമ്മതമായിരുന്നു. അന്ന് ലീഗ് ഓഫ് നേഷൻസ് വന്നിട്ടില്ല, ലീഗ് ഓഫ് നേഷൻസ് ഇത് പ്രസന്റ് ചെയ്തിട്ടില്ല. ഈ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ മുൻഗാമിയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. അപ്പൊ ഈ എഗ്രിമെന്റ് 1916 ഈ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ എഗ്രിമെന്റ് വെക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഒട്ടോമാൻ ഒന്നാം ലോക മഹായുദ്ധം ജയിക്കുന്ന 19 ഒന്നാം ലോകമഹായുദ്ധം ജയിക്കുകയും ഒട്ടോമാൻ ഭരണകൂടം പരാജയപ്പെടുകയും ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം ഇവരിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്താൽ 2 പ്രദേശങ്ങൾ സ്വതന്ത്രമാകാൻ പാടില്ല. അതൊന്ന് ജോർദാൻ, ഇന്നത്തെ പാലസ്തീൻ ഉൾപ്പെടുന്ന ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്രമാകാം, അത് ബ്രിട്ടന്റെ കയ്യിലും. ലെബനോനും സിറിയയും ഫ്രാൻസിന്റെ കയ്യിലും. ഈ 2 പ്രദേശങ്ങൾ മാത്രം ഈ 2 രാജ്യങ്ങളുടെ കയ്യിൽ കോളനികളായി മാറണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് മൂന്നാമതൊരു ഭൂഖണ്ഡത്തിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന കാറ് ഞാൻ ഈ ബഹ്റിനിൽ വിൽക്കുന്ന പോലെ നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള, നിങ്ങളുടെ കൈവശം വെച്ച് അനുഭവിക്കുന്ന സ്ഥലത്തെ ഒരു പ്രോപ്പർട്ടിയെ മൂന്നാമതൊരു രാജ്യത്ത് അതുമായി ബന്ധമില്ലാത്ത ഒരാൾ തീരുമാനമെടുക്കുക. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും കൂടി ഇടപെട്ട ഇതാണ് ശരിക്കും പറഞ്ഞാൽ 2 ചതികളാണ് യൂറോപ്പ് ചെയ്തത്, ബ്രിട്ടൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചതി എന്ന് പറയുന്നത് അറബ് നാട്ടുകളിൽ കഴിയുന്ന മനുഷ്യരുടെ അറിവോ സമ്മതമോ കൂടാതെ ഈ രാജ്യങ്ങളെല്ലാം സ്വതന്ത്രമായി വിടുമ്പോൾ 2 പ്രദേശങ്ങളെ 2 കൊളോണിയൽ ശക്തികളുടെ കയ്യിൽ അകപ്പെടുകയാണ്. ഇതിന് ബ്രിട്ടൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ബ്രിട്ടൻ ഭയങ്കര കുശാഗ്ര ബുദ്ധിയാണ് ഇന്നും ഈ കളികളെല്ലാം നടക്കുമ്പോൾ ബ്രിട്ടൻ പിക്ചറിലില്ലല്ലോ. അമേരിക്ക എന്ന് പറയുന്ന കുട്ടിക്കുറങ്ങിനെ കൊണ്ട് ചോറ് വാരിക്കുക ചെയ്യുന്നത്, അവർ പിക്ചറിലേ ഇല്ല, ഉണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയാണ്, ഈജിപ്ത് ബ്രിട്ടന്റെ കോളനിയാണ്. ഈ 2 കോളനികൾ എന്ന് പറഞ്ഞാൽ അതിസമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുള്ളതാണ്. ഇതിനെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗതം എന്ന് പറയുന്നത് സൂയസ് കനാലാണ്. ഈ സൂയസ് കനാലിന്റെ മേലെ എല്ലാ കാലത്തും ബ്രിട്ടൻ ഒരു അധികാരം ഉണ്ടായിരിക്കുക, അതിന്റെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കുക, ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുന്നതിന് ഈ പറയുന്ന ട്രാൻസ് ജോർഡാൻ പാലസ്തീൻ വരുന്ന പ്രദേശങ്ങൾ ബ്രിട്ടന്റെ കയ്യിലിരിക്കണമെന്നായിരുന്നു. സത്യത്തിൽ അതിനകത്ത് നഷ്ടം എന്ന് പറയുന്നത് ഫ്രാൻസിനായിരുന്നു. ഫ്രാൻസ് അത് മനസ്സിലാക്കി കാണണമെന്നില്ല. എന്തായാലും ആ എഗ്രിമെന്റ് 2016 ഒപ്പിടുന്നു. അങ്ങനെ ഈ പിന്നീട് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ ചതി എന്ന് പറയുന്നത് ഈ സൈക്സ് പീക്കോട്ട് എഗ്രിമെന്റ്, സീക്രട്ട് എഗ്രിമെന്റ്. അതിന് പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമാനിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ട്രാൻസ് ജോർഡാൻ പാലസ്തീൻ പ്രദേശം അത് ബ്രിട്ടന്റെ ഒരു കോളനിയായി മാറും. ഇതായിരുന്നു ഇവർ തമ്മിൽ രഹസ്യം. രണ്ടാമത്തേതാണ് ബാൽഫർ വിളംബരം. അത് നിങ്ങൾക്ക് എല്ലാവരും 1917 ബാൽഫർ വിളംബരം എന്ന് പറയുന്ന ഒരു വിളംബരം ഈ ഷെയ്ം ഇസ്മാൻ എന്ന് പറയുന്നത്, ഈ ഷെയ്ം ഇസ്മാനാണ് പിന്നീട് ഇസ്രയേലിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നത്. ഒന്നാമത്തെ പ്രധാനമന്ത്രി ബെൻഗൂറിയോൺ ആയിരിക്കുമ്പോൾ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ം ഇസ്മാൻ അന്ന് മാഞ്ചസ്റ്ററാണ് താമസിക്കുന്നത്. ഈ ഷെയ്ം ഇസ്മാനും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ് ഈ ബാൽഫർ വിളംബരത്തിന്റെ ആദ്യ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനാണ് പിന്നെ ബാൽഫർ തിരുത്തുന്നത്. ആദ്യ ഡ്രാഫ്റ്റ് ഒക്കെ നെറ്റിലുണ്ട് കേട്ടോ, നിങ്ങൾ ഈ ബാൽഫർ വിളംബരമൊക്കെ വായിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം വളരെ ചെറിയൊരു കാര്യമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഒന്നാമത്തെ ഡ്രാഫ്റ്റ് എഴുതിയിരിക്കുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാലസ്തൈൻ ഇൻടു എ ജൂയിഷ് സ്റ്റേറ്റ് എന്നാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അന്ന് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടുണ്ട്, നേഷൻ സ്റ്റേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നതേപോലെ അതിർത്തികളോ സ്ഥലത്തെ സമുദ്രരേഖകളോ ടൈറ്റിൽ ഡീഡുകളോ ഒന്നും ഉള്ള കാലമല്ല. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാന്ന് പോലും അറിയില്ല. കാരണം ഒട്ടോമാന്റെ തുർക്കിയുടെ കീഴിലായിരുന്ന സമയത്ത് പല ലാൻഡ് ലോഡ്സും ഇസ്താംബൂളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. അവരങ്ങോട്ട് വരാറേ ഇല്ല. പക്ഷെ ഇവർ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശവും ഒരു ടെറിട്ടറിയുമായിരുന്നു. അന്ന് അവർക്ക് പാലസ്തീൻ എന്ന് പറഞ്ഞ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഏതാണ്ട് 74% യഹൂദന്മാരും 14% ക്രിസ്ത്യാനികളും 10% യഹൂദനും പിന്നെ കുറച്ച് നൊമാഡുകളും താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞാണ്. അവിടെ ആരും തമ്മിൽ വംശീയം എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗഭൂമിയൊന്നും അല്ലെങ്കിലും തമ്മിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. യഹൂദന്മാർ സ്വസ്ഥമായി ഭൂമിയിൽ ജീവിച്ച ഇവർ 1-ാം നൂറ്റാണ്ടിന് ശേഷം ജീവിച്ച 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് അറബി നാടുകളോട് സ്വസ്ഥമായി ജീവിച്ചു, മറ്റൊന്ന് ഇന്ത്യയിൽ വന്നവർ, പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയിലൊക്കെ വന്നവരൊക്കെ സമാധാനപരമായി ജീവിച്ചു. ബാക്കി ഇവർ പോയ സ്ഥലങ്ങളെല്ലാം ഇവർ പീഡനത്തിന് വിധേയമായി. പ്രത്യേകിച്ച് യൂറോപ്പിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് യഹൂദനെ എല്ലാ കാലവും പീഡിപ്പിച്ചതും കൊന്നുകളഞ്ഞതും. ഈവൻ ഇദ്ദേഹവും നാസി ഭരണകാലത്തും അങ്ങനെയായിരുന്നു. നാസി മെയിൻ കാഫ് ഒരുപക്ഷെ നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ മാർട്ടിൻ ലൂതറിനെ കുറിച്ചും അദ്ദേഹം വിഭാവനം ചെയ്ത പോലത്തെ ഒരു സഭയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഇനി മതപരമായല്ല കാണുന്നത്. അപ്പൊ ഈ ബാൽഫർ വിളംബരം 1917 വരുന്നു. ഈ ബാൽഫർ വിളംബരത്തിലാണ് കൃത്യമായിട്ടും എഴുതിയിരിക്കുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാലസ്തൈൻ. അതിനെ പിന്നീട് വെട്ടിത്തിരുത്തിയാണ് നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നില്ല, വെട്ടിത്തിരുത്തിയാണ് ഞാൻ പെട്ടെന്ന് നിർത്താം. അപ്പൊ വെട്ടിത്തിരുത്തി ആണ് നാഷണൽ ഹോം ഫോർ ജൂസ് എന്ന് പറയുന്നത് ഇന്നത്തെ നിലനിൽക്കുന്ന ബാൽഫർ വിളംബരത്തിന്റെ ടെർമിനോളജി അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നാഷണൽ ഹോം ഫോർ ജൂസ്. ഈ നാഷണൽ ഹോം എന്ന് പറഞ്ഞാൽ അത് എന്താണത്? അതൊരു രാജ്യമാണോ, ഓട്ടോണോമസ് ബോഡിയാണോ? ഒന്നും ഒരു നിർവചനത്തിന്റെ ഉള്ളിൽ വരുന്നില്ല. അപ്പൊ അങ്ങനെ ബ്രിട്ടന്റെ താല്പര്യപ്രകാരം ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ യൂറോപ്പിലെ
ജൂയിഷ് പ്രോബ്ലം, നിങ്ങൾക്ക് ഒരുപക്ഷെ ജൂയിഷ് പ്രോബ്ലം എന്താണെന്ന് അറിയാം, ഇതിലോട്ട് എല്ലാത്തിലോട്ടും വിശദമായി പോകാൻ സമയമില്ല. യൂറോപ്പിലെ ജൂയിഷ് പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനായി അവരും കുടിയേറ്റം നടത്തി അവിടെ ഒരു രാജ്യമാക്കി തീർക്കുക, ആ രാജ്യത്തിനെയും അധിപനായി അതൊരു കോളനിയായി നിലനിർത്തി കഴിഞ്ഞാൽ സൂയസ് കനാലിന് മേലുള്ള നിയന്ത്രണവും മാത്രമല്ല മറ്റൊരു കോളനി എല്ലാ കാലത്തേക്കും നിലനിർത്താമെന്ന ധാരണയിൽ ഉണ്ടാക്കിയ വിളംബരമാണ് ബാൽഫർ വിളംബരം. പക്ഷെ ബാൽഫർ വിളംബരത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനൊരു അന്തർദേശീയ ലെജിറ്റിമസി ഇല്ലായിരുന്നു. ഈ ബ്രിട്ടീഷ് രാജാവ് പുറപ്പെടുവിച്ച ബ്രിട്ടീഷ് ഭരണകൂടം പുറപ്പെടുവിച്ച ഒരു വിളംബരം മാത്രമായിരുന്നു. ഇങ്ങനെ ഇത് കഴിഞ്ഞു ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു, ബ്രിട്ടൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു. 1900 അതായത് 19 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. 1922 3 വർഷം കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് മാൻഡേറ്റ് ബ്രിട്ടന് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന് മുൻഗാമിയായിരുന്ന ലീഗ് ഓഫ് നേഷൻസ് ഒരു മാൻഡേറ്റ് നൽകുകയാണ്. അപ്പൊ ഇവർ ഒഫീഷ്യലി ഒരു മാൻഡേറ്റ് നൽകുന്ന ഒരു നിയോഗം, അതായത് അന്ന് പാലസ്തീനിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് സ്വയംഭരണാവകാശത്തിന് കഴിവുണ്ടാകുന്ന വരുത്തേനും അവരെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നടത്തുക. ഇത് മാത്രമാണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്താണെന്ന് ഇന്റർനെറ്റിലുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഇതുവരെ താല്പര്യമുള്ളവർ. ലീഗ് ഓഫ് നേഷൻസ് ബ്രിട്ടന് കൊടുക്കുന്ന മാൻഡേറ്റ് ഇത് മാത്രമാണ്. ഇവർ എന്ന് സ്വയംഭരണാവകാശത്തിന് തയ്യാറാകുന്നു, കാരണം അവർ ഗോത്രീയ സ്വഭാവമുള്ളവരാണ്, നൊമാഡുകളാണ്, ആടിനെ മേയ്ക്കുന്ന ഒരു ഒലിവ് തോട്ടവുമായിട്ട് മാത്രം കഴിയുന്നവരാണ്. അവരെ ഒരു ആധുനിക നേഷൻ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ, ഒരു പൗരനാക്കി മാറ്റാൻ ഇവരെ എന്ന് മാറ്റുന്ന വരത്തേനും ആ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രിട്ടന്റെ പേരിലുള്ള മാൻഡേറ്റ്. പക്ഷെ ബ്രിട്ടൻ ചെയ്തത് എന്താണെന്നറിയോ? ഈ ബാൽഫർ വിളംബരം എന്ന് പറയുന്നതിന്റെ ലെജിറ്റിമസി ഇല്ലാത്തതുകൊണ്ടും അതേസമയം മാൻഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ നിയമപരമായ ഒരു അംഗീകാരമുള്ള ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഈ ബാൽഫർ വിളംബരത്തെ മാൻഡേറ്റിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്തു എന്ന് പറയുന്നതാണ് ബ്രിട്ടൻ ചെയ്ത രണ്ടാമത്തെ ചതി. ഒന്നാമത്തെ ചതി എന്ന് ഞാൻ പറഞ്ഞത് സൈക്സ് പീക്കോട്ട് എഗ്രിമെന്റ്, അത് ആ നാടിനെ അവരറിയാതെ പങ്കിട്ടെടുത്തു. 2, അവിടെ ഒരു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം എന്ന വേർഡ് എങ്ങുമില്ല, ടെർമിനോളജി എങ്ങുമില്ല, നാഷണൽ ഹോം ഫോർ ജ്യൂസ്, യഹൂദന്മാർക്ക് ഒരു നാഷണൽ ഹോം അവിടെ ഉണ്ടാക്കാമെന്ന്. അല്ലാതെ ഈ പറയുന്ന ദാവീദിന്റെ രാജ്യവും ഇസ്രായേലിന്റെ രാജ്യവും ക്രിസ്തുവിന്റെ രാജ്യവും 1-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടിലോട്ട് ഒന്നും ഈ കാര്യം പോകേണ്ട കാര്യമില്ല. അതുവരത്തേന് സമാധാനപരമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. യൂറോപ്പിലെ യഹൂദന്മാർ പോലെ ആയിരുന്നില്ല അറബ് നാടുകളിലെ യഹൂദന്മാർ. ഇപ്പോ ഈ ലിയോസിന് ഒരുപക്ഷെ അറിയാം, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബ്രിട്ടനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ലിയോസും കൂടി കാണാൻ പോകാനിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആബി ഷ്ലെയിം എന്നാണ്. ആബി ഷ്ലെയിം എന്ന് പറയുന്ന ആൾ ബാഗ്ദാദിൽ ജനിച്ച ഒരു അറബ് യഹൂദനാണ്. ആ അറബ് യഹൂദൻ എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും നിങ്ങളൊന്ന് കാണേണ്ടതുണ്ട്. അദ്ദേഹം കുടിയേറ്റ നിയമപ്രകാരം ഇസ്രായേലിൽ വന്ന് താമസിക്കുകയും 1967 6 ഡേ വാറിലെ IDF-ന്റെ പട്ടാളക്കാരനായിരുന്നു. IDF പട്ടാളക്കാരായിരുന്നു അദ്ദേഹം. പിന്നീട് ഇസ്രായേൽ ചെയ്യുന്ന കൊടിയ അനീതി കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് ബ്രിട്ടനിൽ വന്ന് ഓക്സ്ഫോർഡിൽ പഠിച്ച് ഓക്സ്ഫോർഡിലെ പ്രൊഫസറായി ഇപ്പൊ റിട്ടയർ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ പോയി കാണണമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇപ്പൊ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ, പ്രായമായി. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവർ സമാധാനത്തോടെ അല്ല ജീവിച്ചത് എന്നുള്ളത് ഒരു പ്രൊപ്പഗണ്ടയാണ്. അതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ബ്രിട്ടൻ ജീവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഈ പറഞ്ഞ ആബി ഷ്ലെയിം. 100 പേര് ഇതുപോലെയുണ്ട്. അതായത് യഹൂദ അറബ് നാടുകളിൽ താമസിച്ചിരുന്ന യഹൂദൻ, അവർ മട്ടാഞ്ചേരിയിൽ എങ്ങനെ താമസിച്ചോ യഹൂദൻ താമസിച്ചോ അതുപോലെ സർവ്വതന്ത്ര സ്വാതന്ത്ര്യത്തോടെ സമൂഹത്തിന്റെ പാർട്ടായിട്ട് അവിടെ മ്യൂസിക്കില്, അവിടെ സാഹിത്യത്തിൽ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ, അവിടുത്തെ കലകളിൽ എല്ലാത്തിലും പങ്കായി ജീവിച്ച അവിടുത്തെ കോൺട്രിബ്യൂഷനിൽ എല്ലാത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സൊസൈറ്റി ആയിരുന്നു യഹൂദന്മാർ. പക്ഷെ ആ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല, യൂറോപ്പിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അവർക്ക് ഒരു നാഷണൽ ഹോം ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്ന ബാൽഫർ വിളംബരമാണ് ഇതിന്റെ തുടക്കമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൂറോപ്പിൽ നിന്ന് വരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അറബികളെ പോലെ അല്ല. അറബികളുടെ സംസ്കാരം എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഇപ്പൊ ഉക്രൈനിൽ വന്ന ഒരാൾ പറയാണ് പാലസ്തീനിൽ വന്നിട്ട് ഇത് എന്റെ നാടായിരുന്നു 2000 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമായിരിക്കുന്നത്? ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൾച്ചർ എന്താണെന്ന് പോലും അറിയില്ല. അവിടെ എത്ര മനുഷ്യർ ജീവിക്കുന്നതെന്ന് അറിയില്ല. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുൻപോട്ട് പോയ ജനാധിപത്യ ബോധമുള്ള, കുറച്ചുകൂടി ശാസ്ത്രീയ ചിന്തയുള്ള, ശാസ്ത്രീയ വിദ്യാഭ്യാസമുള്ള, നമ്മുടെ ഇന്നത്തെ കണക്കൂട്ടൽ വെച്ച് കുറച്ചുകൂടി പുരോഗമിച്ച മനുഷ്യൻ. അതേസമയം കുറച്ചുകൂടി ഗോത്രീയ സ്വഭാവമുള്ള ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന അവിടെ യഹൂദനുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അറബ്സ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഇവരെല്ലാം ഒരു കൂടി താമസിക്കുന്ന നാട്ടിലേക്ക് പരദേശികളായി 100% കുടിയേറ്റക്കാരായ ഒരു കൂട്ടം മനുഷ്യർ വന്ന് അവർ അനധികൃതമായി കുടിയേറി വന്ന് ആ ഒരു രാജ്യം സ്ഥാപിച്ച് സ്ഥാപിച്ച സമയത്ത് അവിടുന്ന് കുടിയിറക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി എന്റെ സമയം ഇപ്പൊ തീരെ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകണം. ഒരു കാര്യം കൂടി പറയാം. നമ്മളെപ്പോഴും എന്താണ് ഇതിന് പരിഹാരം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞാൻ പല വ്യക്തികളോടും ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഉത്തരം 99% ആളുകളും പറഞ്ഞിട്ടില്ല. എന്താണ് ശരിക്കും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം?
ശരിക്കും പ്രശ്നം എന്താണെന്ന് അറിയാം? 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുമ്പോൾ അവർക്കൊരു ടെറിട്ടറി യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചു. അപ്പോഴത്തെ യുണൈറ്റഡ് നേഷൻസ് ആയി. യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച യുണൈറ്റഡ് നേഷൻസിന് ഒരു രാജ്യത്തെ വിഭജിക്കാനുള്ള അധികാരമില്ല എന്നതിന്റെ ചാർട്ടറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് യുണൈറ്റഡ് നേഷൻസ് ഈ പാർട്ടീഷൻ അംഗീകരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ പാർട്ടീഷൻ പ്ലാൻ എന്നൊക്കെ എല്ലാവരും പറയുന്നത് 100% ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് യുണൈറ്റഡ് നേഷൻസ് ചെയ്തത്. അതിന് ബ്രിട്ടനും അമേരിക്കയും ലോബി ചെയ്ത് അതിന്റെ സുരക്ഷാ കൗൺസിലും ജനറൽ അസംബ്ലിയിലും ഒക്കെ ആരെ കൊണ്ടും മിണ്ടാതാക്കി അങ്ങ് ചെയ്യുക ചെയ്തു. പക്ഷേ യുണൈറ്റഡ് നേഷൻസിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ഒരു ടെറിട്ടറിയെയോ ഒരു രാജ്യത്തെയോ വിഭജിക്കാൻ അവർക്ക് അധികാരമില്ല. അത് അംഗീകരിക്കാനും അവർക്ക് അധികാരമില്ല. അത് രണ്ട് രാജ്യത്തെയും ജനങ്ങൾ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന പോലെ രാജ്യത്തെ നേതാക്കന്മാർ കൂടിയിരുന്നു. മധ്യസ്ഥൻ എന്നതിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവും UK പ്രതിനിധിച്ച് മൗണ്ട് ബാറ്റൻ പ്രഭു ഇരുന്ന് ഇരു കൂട്ടരും ഒപ്പിട്ട് ചെയ്ത ഒരു വിഭജനമാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. അതുപോലെയല്ല പാലസ്തീനെ വിഭജിച്ചത്. പാലസ്തീൻകാർ അറിഞ്ഞിട്ടേ ഇല്ല, അവരുടെ സമ്മതം ഉണ്ടായിട്ടില്ല. അവിടെ ഒരു രാജ്യം ഉണ്ടാകുകയാണ് ചെയ്തത്. ആ രാജ്യം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ 74% എന്ന് പറയുന്നത് ഏതാണ്ട് 39-45% ചുരുങ്ങി ഈ കുടിയേറ്റം കാരണം. എന്നിട്ടും ഇസ്രയേലിന് യുണൈറ്റഡ് നേഷൻസ് അനുവദിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെ ജനസംഖ്യയുടെ ഡെമോഗ്രഫി നോക്കിയാൽ അറബ്സാ കൂടുതൽ. അപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അറബ് ജയിക്കും. അപ്പൊ എന്ത് ചെയ്തു? ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ വെബ്സൈറ്റിലും റെഡ് ക്രോസിന്റെ വെബ്സൈറ്റിലും ആംനസ്റ്റി ഇന്റർനാഷണൽ വെബ്സൈറ്റിലുള്ള രേഖയാണ് ഞാൻ ഈ പറയുന്നത്. 7.5 ലക്ഷം മനുഷ്യരെ 1948 ഇസ്രയേലിൽ നിന്ന് കുടിയിറക്കി. അങ്ങനെയാണ് യഹൂദന്മാർ അവിടെ ഭൂരിപക്ഷം കിട്ടിയത്. അവിടെ അന്ന് അവരുടെ പാരാമിലിറ്ററി വിഭാഗം ഉണ്ടായിരുന്ന ഇർഗൻ എന്നൊക്കെ പറയും. ഇന്നത്തെ IDF, പിന്നീട് ഇർഗൻ ആണ് IDF ആയി മാറുന്നത്. ഇർഗനൊക്കെ അവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തി ഓടിച്ചും കുളങ്ങളിൽ വിഷം കലക്കുകയും ഒക്കെയാണ് അവരെ പുറത്തു പോകുന്നത്. ആ പോകുന്നവർ അവിടെ ഒരു കലാപം ഉണ്ടാകുന്നെന്ന് കരുതി അവർ വീട് പൂട്ടിയെ പോകുന്ന മനുഷ്യരാണ് അവര്. അവർ വിചാരിച്ച് കലാപം തീരുമ്പോൾ തിരിച്ചെല്ലാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കലാപം തീർന്നപ്പോഴത്തേക്കും അതൊരു രാജ്യമായി തീർന്നു. ആ രാജ്യത്തോട്ട് ഇവർക്ക് എൻട്രി ഇല്ലാതായി തീർന്നു. അവർ ജോർദാനിലും സിറിയയിലും ലെബനോനിലും ഈജിപ്തിലും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെടുകയും കുറെ പേര് പിന്നെ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ 7.5 ലക്ഷം മനുഷ്യർ 1948 ഇത് ഡോക്യുമെന്റഡ് ആണ് കേട്ടോ. ഈ 7.5 ലക്ഷം മനുഷ്യരുടെ മൂന്നാമത്തെ തലമുറയാണ് ഇന്നും ഈ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നത്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ അതിനുശേഷം 1950 ഞാൻ 1 മിനിറ്റോട് എടുക്കുകയാണെങ്കിൽ 31 1 മിനിറ്റ് എടുക്കുക. 1950 ഇസ്രയേൽ ഒരു നിയമം പാസാക്കി. ആബ്സെന്റീസ് പ്രോപ്പർട്ടീസ് ലോ 1950 എന്നാണ് അതിന്റെ പേര്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കാം. ആബ്സെന്റീസ് പ്രോപ്പർട്ടീസ്, അതായത് 2 വർഷമായി ഈ ദേശത്ത് ആരെങ്കിലും കൈവശാവകാശം പറയാത്ത സ്ഥലം ഗവൺമെന്റിന് അത് കണ്ടുകിട്ടും. അതാണ് ആബ്സെന്റീസ് പ്രോപ്പർട്ടീസ് ലോ എന്ന് പറയുന്നത്. അതായത് 2 വർഷം മുമ്പ് 1948 ഇവർ പറഞ്ഞയച്ച, ഇവർ പുറത്താക്കിയ പാലസ്തീനികൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ പ്രോപ്പർട്ടി അവിടെ അനാധീനമായി കിടക്കുകയാണ്. ആ പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന നിയമമാണ് ആബ്സെന്റി പ്രോപ്പർട്ടി ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇറങ്ങിപ്പോയ അറബികളുടെ സ്ഥലം ഇസ്രയേൽ സ്വന്തമാക്കുകയും അവിടെ സെറ്റിൽമെന്റുകൾ, കെട്ടിട സമുച്ചയങ്ങൾ പണിയുകയോ വനം വെച്ച് പിടിപ്പിക്കുകയോ റിസർവ് ഏരിയ ആക്കി മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുത്തു. ഈ മനുഷ്യരുടെ മൂന്നാം തലമുറ ഇന്നും പല രാജ്യങ്ങളെ, അതായത് നേർപകുതി പാലസ്തീനികൾ പല രാജ്യങ്ങളെ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുകയാണ്. ഇവരുടെ തിരിച്ചു പോക്കുന്നുള്ളതാണ് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാന പ്രശ്നം. ഇവർ തിരിച്ചു പോയാൽ എങ്ങോട്ടാ പോകേണ്ടത്? ഇവർ ജീവിച്ച നാട്ടിലോട്ട്. ആ നാട് എവിടെ എന്ന്? ഇസ്രയേലിനുള്ളിൽ. ഈ ജനന്നാൽ ഇസ്രയേൽ എന്ത് പറ്റും? ഇസ്രയേലിന്റെ ഡെമോഗ്രഫി മാറും. അപ്പോൾ ഒരുപക്ഷെ അറബ് ഭൂരിപക്ഷമാവും. ഇന്ന് 21% അറബുണ്ട് അവിടെ, ബാക്കിയാണ് യഹൂദന്മാരുള്ളത്. അപ്പൊ ആ ഡെമോഗ്രഫി മാറും, ഇലക്ഷനിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇസ്രയേൽ ഒരിക്കലും ഇവർ തിരിച്ചു പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ തിരിച്ചു പോകാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ 3 തലമുറയായി പല ദേശങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കാതെ അത് 1 രാജ്യമാക്കിയാലും 2 രാജ്യമാക്കിയാലും 4 രാജ്യമാക്കിയാലും പ്രശ്നം തീരില്ല. അവസാനത്തെ പാലസ്തീനി മരിച്ചിരുന്നതിന് പ്രശ്നം തീരില്ല. അതുകൊണ്ട് ഇത് 2 രാജ്യമാക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത, ഉത്തരവാദിത്ത ബോധമില്ലാത്ത ലോകത്തിലെ ഗവൺമെന്റുകളാണ് പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനേ അല്ല. 2 സ്റ്റേറ്റ് ഇനി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വേറെ കാര്യം. കാരണം വെസ്റ്റ് ബാങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ അവിടുത്തെ റിസോഴ്സുകളുള്ള സ്ഥലങ്ങളെല്ലാം, വെള്ളമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ്. ആ സ്ഥലങ്ങളെല്ലാം കയ്യേറി സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി, വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കി യഹൂദന്മാരവിടെ താമസിക്കുകയാണ്. അതിന് അവർ മറുപടിയായി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ വേണേൽ ലാൻഡ് സ്വാപ്പ് ചെയ്യാം, വേറെ കുറേ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാം. ഇതൊന്നും നടക്കില്ല. ആ ഒരു ബൗണ്ടറി വരയ്ക്കാൻ ഇനി ആർക്കും, ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ റാഡിക്ലിഫ് വന്നാൽ പോലും, റാഡിക്ലിഫിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, ബ്രിട്ടീഷുകാരനാണ് റാഡിക്ലിഫ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി തമ്മിൽ വേർതിരിച്ചുകൊണ്ട് അതിർത്തി വരച്ച സർവേയറാണ് റാഡിക്ലിഫ്. അദ്ദേഹം ലണ്ടനിൽ നിന്നാണ് ആദ്യം വരച്ചത്. പിന്നെ അവിടെ വന്ന് സർവേ ഒക്കെ ചെയ്തു. ഏറ്റവും അതിർത്തി സംബന്ധമായ മറ്റു തർക്കങ്ങളല്ലാതെ ലാൻഡ് സംബന്ധമായ തർക്കം ഇല്ലാത്ത രീതിയിൽ അതിർത്തി വരച്ച ഒരു മനുഷ്യനാണ് റാഡിക്ലിഫ്. റാഡിക്ലിഫ് തിരിച്ചു വന്നാൽ പോലും ഇനി അവിടെ ഒരു അതിർത്തി വരയ്ക്കാൻ പറ്റില്ല. ഈ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യർ ഗസയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അത് അത്ര തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ചെറിയ ചെറിയ എൻക്ലേവുകളാണ്. അപ്പൊ ഈ പറയുന്ന 2 രാജ്യമായാലും ഇസ്രയേലിൽ നിന്ന് 48 കൂടി ഇറങ്ങിയ മനുഷ്യരുടെ 3ാം തലമുറ കിടക്കുന്ന അഭയാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രയേൽ പ്രശ്നം പരിഹരിക്കുക, അതാണ് ഇതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്.
അതാണ് അത് റൈറ്റ് ടു റിട്ടേൺ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളുടെയും റൈറ്റ് ആണ്. പക്ഷെ പാലസ്തീനികൾക്ക് അതില്ല. അത് പറയാൻ ഇപ്പൊ സമയമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നത്. പാലസ്തീനികൾക്ക് മാത്രം, പാലസ്തീൻ അഭയാർത്ഥികൾക്ക് മാത്രമാണ് റൈറ്റ് ടു റിട്ടേൺ ഇല്ലാത്തത്. ബാക്കി എല്ലാ ലോകത്തിലെ എല്ലാ അഭയാർത്ഥികൾക്കും കാരണം അവർക്ക് UNHCR എന്ന് പറയുന്ന ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷനാണ് ഈ ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളെയും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെയും അവരുടെ വിദ്യാഭ്യാസം എല്ലാം ചെയ്യുന്നത്. പക്ഷെ പാലസ്തീൻ അഭയാർത്ഥികൾ UNHCR-ന്റെ അണ്ടറിലില്ല. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് എന്ന് പറയുന്നതാണ് UNHCR. UNHCR-ന്റെ അണ്ടറിൽ പാലസ്തീനികൾ മാത്രമില്ല. അവർക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കി, അതിന്റെ പേര് UNRWA. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും UNRWA. ഇപ്പൊ UNRWAക്ക് അമേരിക്ക കൊടുക്കുന്ന ഫണ്ടെല്ലാം നിർത്തിക്കളഞ്ഞ് UNRWയും UNHCR-ഉം തമ്മിലുള്ള ഏക വ്യത്യാസം ഇതാണ്: UNRWയ്ക്ക് അണ്ടറിലുള്ളവർക്ക് റൈറ്റ് ടു റിട്ടേൺ ഇല്ല. അതായത് പാലസ്തീനുകൾക്ക് മാത്രം തിരിച്ചു പോകാൻ പറ്റില്ല, അവർക്ക് അവകാശമില്ല. അവർ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് അവിടെ പഠിച്ച് അവിടെ വളർന്ന് അവിടെ മരിച്ചോണം. ഇവർക്ക് തിരിച്ചു പോകാൻ, കാരണം ഇവർ തിരിച്ചു പോകേണ്ടി വന്നാൽ പോകുന്നത് ഇന്നത്തെ ഇസ്രായേലിലേക്കാണ്, പോകുന്ന അറബ്സാണ്. അപ്പൊ അവിടുത്തെ ഡെമോഗ്രഫി മാറും. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാതെ, അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന പ്രശ്നം പരിഹരിക്കാതെ അവരുടെ റൈറ്റ് ടു റിട്ടേൺ, അതായത് യുണൈറ്റഡ് നേഷൻ റെസൊല്യൂഷൻ ഉണ്ട് 194. നിങ്ങൾ ഇത് നെറ്റിൽ തെരഞ്ഞെടുക്കാവുന്നതാണ്. അത് 1948-ലോ 1949-ലോ ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻ 194. അതായത് 48-ൽ ഈ പ്രശ്നം പറഞ്ഞതാണ് എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. ഇന്ന് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തേണ്ട കാര്യമില്ല. അവർ അന്നേ പറഞ്ഞാണ് ഞങ്ങളുടെ ആവശ്യം ജനങ്ങൾക്ക് തിരിച്ചു വരിക എന്നുള്ള. ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവർ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്നു, അവർക്ക് തിരിച്ചു വരണം. അവരുടെ കയ്യിൽ ഒരു തുരുമ്പിച്ച താക്കോലുണ്ട്, 3 തലമുറ മുമ്പ് ഇസ്രയേലിൽ ഇറങ്ങി പോകുമ്പോൾ പൂട്ടിയ താക്കോൽ. ആ സ്ഥലം ഞങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത നഷ്ടപരിഹാരം കൊടുക്കണം. ഇതാണ് ശരിയായ പ്രശ്നത്തിന്റെ, അതാണ് എത്തി നിൽക്കുന്നത്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രശ്നബാധിത മേഖലയിൽ ആര് കുറ്റം ചെയ്തു ആരാദ്യം ചെയ്തു എന്ന് പറയുന്ന കഥയില്ല. ഇതിന്റെ ശരിയായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് കോളനി വാഴ്ചയോടുള്ള അത്യാഗ്രഹവും ദുരയും നിമിത്തം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇത്. അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ ഒന്നുകിൽ യൂറോപ്പിൽ സ്ഥലം കൊടുക്കണമായിരുന്നു, കാരണം അവർ കൾച്ചറലി വേറെന്നാണ്. 10,000 കൊല്ലമായിട്ട് അവർ യൂറോപ്പിൽ താമസിക്കുന്ന മനുഷ്യനെ അറബ് നാട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ യുക്രൈനിൽ വന്ന ഒരാൾ വന്നിട്ട് ഇസ്രായേലിൽ പാലസ്തീൻ വന്നിട്ട് ഇത് എന്റെ നാടാണെന്ന് പറഞ്ഞാൽ, ഇതേ സമയം ഞാൻ തിരിച്ചൊരു ഒരു കാര്യം കൂടി ചോദിക്കാൻ, 2000 കൊല്ലം മുമ്പ് ഇന്ത്യ ജീവിച്ചിരുന്ന ആരാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് നല്ല നിശ്ചയമുണ്ട് 2000 കൊല്ലം മുമ്പ് പാലസ്തീന് ജീവിച്ചിരുന്ന ആരാണെന്ന്, ഇല്ലേ? പക്ഷെ ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണെന്ന് നമുക്കറിയാമോ? ആ 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭരിച്ചവരും ഒരു താളിയോലയുമായിട്ട് വന്നിട്ട് പറയണേ എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കൊടുക്കുവോ? ഇന്ത്യ വിഭജിച്ചു കൊടുക്കുവോ? എന്തിനാ നമ്മുടെ സ്വന്തം നാട്ടുകാരായിരിക്കുന്ന ഖാലിസ്ഥാനുള്ള പഞ്ചാബികൾ, നമ്മുടെ അഭിമാനമായിരുന്ന പഞ്ചാബികൾ എന്നാ പറഞ്ഞ 1980-കളിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ രാജ്യം വേണം. 3.8% ലാൻഡ് മാത്രം മതി ഇന്ത്യയുടെ. 3.8% ലാൻഡ് ഞങ്ങൾ രാജ്യം സ്ഥാപിച്ചോളാന്ന് പറയും. നമ്മൾ കൊടുത്തോ? നമ്മൾ കൊടുത്തില്ല, കാരണം അത് വിഘടനവാദമായിട്ട് നമ്മൾ കരുതി. അതേസമയം അവർ പുറത്തു വന്നവരല്ല. ഈ അഷ്കനാസി ജ്യൂസിനെ പോലെ യൂറോപ്പിൽ നിന്ന് വന്നവരായിരുന്നില്ല. അവര് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചവരായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായ രാജ്യം വേണം, ഞങ്ങൾ വരെ പിരിഞ്ഞു പൊക്കോളാം. നമ്മൾ അതിന് വിഘടനവാദമായി കാണുകയും അടിച്ചൊതുക്കുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളായ ആളുകൾക്ക് 2000 കൊല്ലം മുമ്പ് അവിടെ ജീവിച്ചിരുന്നു എന്ന പേരിൽ അതെല്ലാം പിന്നീട് ബിൽഡപ്പാണ്, അതെല്ലാം സ്റ്റോറീസ് ആണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പിന്നെ കഥകൾ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം മിത്തുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരൊറ്റയാളുടെ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ പിന്നെ നമുക്ക് ചോദ്യോത്തരോട് പോകാം. അന്ന് ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്: ആധുനിക ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ, നേഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അത് വേദപുസ്തകങ്ങളുടെയും മിത്തുകളുടെയും മതങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കരുത്. ഏതെങ്കിലും മിത്തുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ രാവണന്റെ മിത്തിന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്കയിൽ നിന്ന് കുറെ പേര് കേരളത്തിൽ വന്നിട്ട് ഇന്ത്യയുടെ ഒരു ഭാഗം വേണമെന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നിരിക്കട്ടെ, അവർ വിശ്വസിക്കുന്നു എന്നിരിക്കട്ടെ. നമുക്ക് ആ പുസ്തകം ബാധകമാണെങ്കിൽ പോലും 50 കൊല്ലം മുമ്പ് വന്നവൻ ഇറങ്ങിയാൽ നമ്മുടെ പറമ്പ് നമ്മൾ വിട്ടുകൊടുക്കും, നമ്മുടെ സ്ഥലം വിട്ടുകൊടുക്കുമോ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും ചെയ്തുപോലെ ഇരു കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്ത് എങ്ങനെ ഡിവിഷൻ വേണം. അപ്പോ ആ സമയത്ത് അവിടെ താമസിക്കുന്ന 9% അറബ് യഹൂദനുണ്ട്. ഈ അറബ് യഹൂദനെയും ഇവർ കുത്തിത്തിരിപ്പിച്ചു, ഈ സയനിസ്റ്റുകളായിരിക്കുന്ന അഷ്കനാസി ജ്യൂസ്, യൂറോപ്പിൽ നിന്ന് വന്നവര്. കാരണം അവരുടെ മുമ്പിൽ വെച്ചിരുന്നത് വളരെ മോഹനമായ ഒരു വാക്കായിരുന്നു, നാഷണൽ ഹോം ഫോർ ജ്യൂസ്. അപ്പൊ നമുക്കൊരു ദേശീയമായ ഒരു ഹോമാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇത് ഇവർ കൂട്ടി നമ്മൾ ചർച്ച ചെയ്യണമായിരുന്നു. അവിടെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളെല്ലാം ബ്രിട്ടൻ എന്നുള്ളവരാണെങ്കിലും നിർഭാഗ്യവശാൽ ആരും ഒഫൻഡഡ് ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടംപററി ഇഷ്യൂ പറയാൻ നമുക്ക് സമയമില്ല. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കിയായി പിന്നീട് നടത്താം. ഇപ്പൊ നമുക്ക് ഇതിന്റെ ചോദ്യോത്തരങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കാം. നിങ്ങളാരും ചോദിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എത്ര കോൺട്രവേഴ്ഷ്യലായ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ അവിടെ വ്യക്തിപരമായ ആക്രമണം ഉണ്ടാകാതിരിക്കുക. എല്ലാ ചോദ്യം ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല, അത് പിന്നീട് പറയുന്നതായിരിക്കും. എനിക്കറിയില്ലാത്ത കാര്യമാണ് പിന്നീട് പറയുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം, ചോദ്യം ലളിതമാണെന്ന് കരുതി ചോദിക്കാതിരിക്കണ്ട.
എത്ര മണ്ടത്തരമാണെന്ന് തോന്നിയാലും ചോദിക്കാം, ചോദിച്ചോളൂ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യുന്നു, ഞാൻ കേൾക്കാം. അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഇട്ടാൽ മതി. അൺമ്യൂട്ട് ചെയ്യാതെ ചോദിച്ചോ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ കൈവയ്ക്കാം സഭയിൽ. മ്യൂട്ടാണ് സബി. ഞാൻ മ്യൂട്ടല്ല. സബിയിൽ സഭയിൽ. Oh yeah, I have, yeah. Sanchita, I'll ask my question in in English. I understand Malayalam, but I can't speak as fluently. It's okay. So, see, my question is, now there are so many charities going on. Some are British, some are British-owned charities here. We're not even sure if that money is reaching Palestine to help those people. See, now if we've all watched this movie, Schindler's List. The man tried to help the suffering Jews out of the place. And if we now look at it in the same perspective, the Palestinians are in the same situation. Now, I think helping Palestinians with food and medicine is not really helping the cause. If someone tells me, swap your place, leave Britain, I'll put you in Palestine, I'll give you food and medicine. I don't want to go through that suffering. So the right thing to do would be to take people out of that place. Or is there charities that can really help people get out of the place and get out of this suffering? Okay, can I answer? Yes. മലയാളം മനസ്സിലാവൂലേ? Oh, yeah. ഞാൻ പൊതുവെ എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, ഞാൻ കുറച്ച് പറയാം, അപ്പൊ മനസ്സിലായി. നിങ്ങൾക്ക് കേരളത്തിൽ ജയിലിൽ കിടക്കുന്ന ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുക്കാൻ പറ്റുമോ? As per your knowledge, you cannot. No. You cannot, because അവര് പ്രിസണിലാണ്. അവരെ നോക്കേണ്ടത് സ്റ്റേറ്റ് ആണ്. അവരുടെ ആഹാരം, അവരുടെ വസ്ത്രം, അവരുടെ ദൈനംദിന ആവശ്യം, അവരുടെ ചികിത്സ എല്ലാം നോക്കേണ്ട സ്റ്റേറ്റ് ആണ്. സിമിലർലി ഗസ എന്ന് പറയുന്ന ഒരു ജയിലാണ്. അതിന്റെ ഒരു വശത്ത് റഫ എന്ന് പറയുന്ന ഒരു ബോർഡർ ഉണ്ട് ഈജിപ്തിലോട്ടേക്ക് പോകാൻ. അത് അടച്ചിരിക്കുകയാണ്. കാരണം അഭയാർത്ഥികൾ, റെഫ്യൂജീസ് അങ്ങോട്ട് ചെല്ലും. അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ദരിദ്ര രാജ്യം എന്ന നിലയിൽ ഈജിപ്തിന് പറ്റില്ല. മാത്രമല്ല, ഈജിപ്ത് എന്ന് പറയുന്നത് ഓപ്പൺലി അമേരിക്കയുടെ ഒരു അലയാണ്. പിന്നെ മറ്റൊരു ബോർഡർ എന്ന് പറയുന്നത് സീ ആണ്, മെഡിറ്ററേനിയൻ സീ ആണ്. അവിടെ വളരെ കുറച്ച് ദൂരെ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദൂരത്തിനപ്പുറത്ത് അന്തർദേശീയ ഇന്റർനാഷണൽ കപ്പൽശാലിന് ഉള്ളിൽ ഇവരുടെ ഇസ്രയേലിന്റെ നാവികസേനയുണ്ട്. ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാളാണ്. അത് ഇസ്രയേലിലോട്ട് തുറക്കുന്നതാണ്. അവിടെ മുഴുവൻ IDF പട്ടാളക്കാരാണ്. ഒരു ഈച്ച പോലും ഗസയിലോട്ട് ഇസ്രയേലിന്റെ അനുവാദം കൂടാതെ കടന്നു പോകില്ല. അവിടെയാണ് ഇവർ ഈ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളൊക്കെ വെച്ച് ഈ റോക്കറ്റുകൾ ഉണ്ടാക്കി, മണ്ണിനടിയുടെ തുരങ്കങ്ങൾ, ടണൽസ് ഉണ്ടാക്കി ആയുധങ്ങൾ സ്മഗിൾ ചെയ്യുകയും ലിമിറ്റഡ് ആയിരിക്കുന്ന എക്സ്പ്ലോസീവ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഇവർ റോക്കറ്റുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്മഗിൾ ചെയ്ത് ചെയ്യുന്നതാണ്. അത് സമാധാന കാലത്ത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരുന്നു കൂട്ടിക്കോ. ഏതാണ്ട് 20,000 വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു പാലസ്തീനികൾക്ക് ഇസ്രായേലിൽ വന്ന് ഡെയിലി ജോലി ചെയ്തിട്ട് പോകാൻ. അപ്പൊ അവരെല്ലാം ചെക്കിങ് കഴിഞ്ഞ് ഇവർ തിരിച്ച് ഗസയിൽ പോയി ജീവിക്കും. ഇതായിരുന്നു അവിടെ സാധാരണ ജീവിതം, സാധാരണ ദിവസത്തെ. അപ്പോൾ ഈ ഗസയിലോട്ട് നിങ്ങൾക്ക് പണം അയക്കണമെന്നുള്ള ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലം വരെയും. അത് ഉൺറയ്ക്ക്, യുണൈറ്റഡ് നേഷൻസിന് പൈസ അയക്കുക. യുണൈറ്റഡ് നേഷൻസിന്റെ പാലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഡിവിഷനാണ് ഉൺറ. അവർക്ക് പൈസ അയച്ചാൽ ചാരിറ്റി വർക്ക്, കാരണം ഈ ചാരിറ്റി വർക്കിന് ചെയ്യുന്നത് പോലും ഫുള്ളി കൺട്രോളാണ്, പാലസ്തീന്റെ കൺട്രോളിലാണ്, ക്ഷമിക്കണം, ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. കാരണം അതിന് അവർ പറയുന്ന ന്യായം ഇവർ ആയുധങ്ങൾ കൊണ്ടിരുന്നതിനോ കള്ളക്കടത്ത് നടത്തുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ട് ഇവരുടെ നിയന്ത്രണത്തിനല്ലാതെ അവിടെ ഒരു പൈസ പോലും എത്തിക്കാൻ പറ്റില്ല, ഒരു ആഹാര സാധനം എത്തിക്കാൻ പറ്റില്ല. ഈ ബോർഡർ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. കടൽ വഴി അങ്ങോട്ട് എത്തിക്കാം. ആ കടൽ വഴി ഇപ്പം ഒരു ലേഡി, യൂറോപ്പിൽ വന്ന ഗ്രേറ്റ എന്ന് പറയുന്ന ലേഡി വന്നിട്ട് അവർ തിരിച്ചുവിട്ട് തന്നില്ലേ? അറിഞ്ഞാണല്ലോ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുമായിട്ട് വന്നവരെ തിരിച്ചുവിട്ടത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് ആ കടൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ്. ആകാശം എന്ന് പറയുന്നത് ഇവിടെ, കാരണം അവിടെ എയർപോർട്ട് ഇല്ല. അവിടെ എയർപോർട്ട് ഉണ്ടായിരുന്നു, അത് പിന്നെ തകർത്ത് കളഞ്ഞു. അവിടെ എയർപോർട്ട് ഇല്ല. ലാൻഡ് ബോർഡർ വഴി കൊണ്ടാൻ പറ്റത്തില്ല. മറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടക്കൂല. പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റും? ഇതുകൊണ്ടാണ് ഗസയെ ഒരു തുറന്ന ജയിലാണെന്ന് പറയുന്നത്. അവിടെ കിടക്കുന്ന മനുഷ്യരെ എന്ത് കഴിക്കണം, എന്ത് കൊടുക്കണം, എവിടെയൊക്കെ യാത്ര ചെയ്യണം എന്നുള്ളതെല്ലാം നിയന്ത്രിക്കുന്നത്, അതിന്റെ 4 വശങ്ങളിൽ നിന്നും മുകളിൽ നിന്ന് ആകാശം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് ഇസ്രയേലാണ്. ആ ഒരു ജയിലിലാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് ജയിലിലേക്ക് പണം അയക്കാൻ പറ്റുമോ കേരളത്തിലെ? എനിക്ക് ബ്രിട്ടനിലെ കാര്യം അറിയില്ല. എനിക്ക് തോന്നുന്നു ബ്രിട്ടനിലും അങ്ങനെയാണ്. ആഹാരം പോലും കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾ വിഷമുള്ള ആഹാരം കൊണ്ട് കൊടുത്താൽ ഇൻമേറ്റ് അപകടത്തിലാവില്ല. അതെല്ലാം ഫുള്ളി കൺട്രോളാണ്. അതിനുള്ളിൽ തന്നെയാണ് മുഴുവൻ സംവിധാനങ്ങളും. ഇതേ സ്വാതന്ത്ര്യം പോലും, ഈ സ്വാതന്ത്ര്യം പോലും ഒരു ഗസയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം.
അപ്പൊ അതുകൊണ്ട് നമുക്ക് അവന്മാര് ചാരിറ്റി, പിന്നെ പുറത്തും വരാൻ നിങ്ങളുടെ പറ്റില്ല കൊച്ചിന്റെ ചില. ഒരു പാട്ടേ, ഒരു സെക്കൻഡ്, നിങ്ങളുടെ ഒരു കൊച്ചിന്റെ ഒരു പാട്ട്, ചാരിറ്റി കൊടുത്തല്ല അവരെ സഹായിക്കേണ്ടത്. അവർക്ക് ഒരു ദിവസം കിട്ടുന്ന 8 മണിക്കൂർ പവർ, കാരണം പവർ ഇവർ കൊടുക്കണം. ഒരു പവർ ജനറേഷൻ സംവിധാനം അതിനകത്തുള്ളൂ. അതിനകത്ത് ആവശ്യം പവർ ഉണ്ടാക്കുന്നില്ല. പിന്നെ അതിനകത്ത് തന്നെ പവർ ഉണ്ടാക്കണമെന്നുള്ള ഡീസൽ കൊണ്ടുപോകണം. ഈ ഡീസൽ കടത്തി വിടുന്നില്ല, എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട്. പിന്നെ പവർ കൊടുക്കുന്നത്, കറണ്ട് കൊടുക്കുന്നത് ഇസ്രയേലാണ്. ഈ ഇസ്രയേൽ ലിമിറ്റഡ് ആയ കറണ്ടാണ് കൊടുക്കുന്നത്. അതായത് 8 മണിക്കൂർ കറണ്ടാണ് ഒരു ദിവസം ഉള്ളത്. ആ 8 മണിക്കൂർ കറണ്ടിനകത്ത് 2 ഷിഫ്റ്റാ സ്കൂൾ വർക്ക് ചെയ്യുന്നത്, 4 മണിക്കൂർ. എന്നിട്ട് അവിടുന്ന് പഠിച്ചു വരുന്ന എത്രയോ പേർ, അവരെത്രയോ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു വരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ കാര്യം നോക്കിക്കൊള്ളും. നമ്മൾ ആരുടെ ചാരിറ്റിയും വേണ്ട, അവരെ സ്വതന്ത്രമായി വിട്ടാൽ മതി. അവരുടെ ചുറ്റും അവരുടെ കൈവലം അഴിച്ചു വിട്ടാൽ മതി. അവരെ ചുറ്റും നിർത്തുന്ന ബോർഡറുകളൊന്നും ഒഴിവാക്കിയാൽ മതി. അവരെ സഹായിക്കാൻ സഹോദര രാജ്യങ്ങളുണ്ട്. അവരുടെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടാൽ മതി. ഒരു ചാരിറ്റിയും അവർക്ക് വേണ്ട. ഇത്രയും കഴിഞ്ഞ 79 വർഷമായി ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടും, ഇത്രയും പേരെ കൊന്നു കളഞ്ഞിട്ടും, അവരുടെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നിട്ടും അവരാ നാട്ടിൽ ജീവിച്ചിരിക്കുക. അവരെ സർവൈവലിന്റെ പാഠം ആരും പഠിപ്പിക്കേണ്ടതില്ല. അവർ ജീവിച്ചോളൂ. ചാരിറ്റി അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടത് ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക. അവരുടെ ചുറ്റും കെട്ടിയിരിക്കുന്ന ബാരിക്കേഡുകൾ പൊളിച്ചെറിഞ്ഞ് സ്വതന്ത്രമായി ജീവിക്കാൻ, ഡിഗ്നിറ്റിയോടുകൂടി അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കുക. അവരുടെ അഭയാർത്ഥികൾ ക്യാമ്പിൽ കിടക്കുന്നവർ തിരിച്ചു വരാൻ, റൈറ്റ് ടു റിട്ടേൺ അനുവദിക്കുക. ഇതൊക്കെയാണ് ആവശ്യം. അല്ലാതെ നമ്മുടെ ഏതെങ്കിലും ചാരിറ്റി കൊണ്ടല്ല. കാരണം നമ്മൾ എത്ര കൊടുത്താലും അവർക്ക് അവരുടെ ചാരിറ്റി കൊടുത്താലും അത് തികയില്ല അവിടെ. കാരണം പട്ടിണിയോടെ മരിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ തന്നെ എത്ര പേര് മരിച്ചെന്നറിയോ? പിന്നീട് ഉണ്ട്ര വഴി കൊടുത്തുകൊണ്ടിരുന്ന ആഹാരം നിർത്തിയിട്ട് അമേരിക്ക ഒരു സംഘടനയുടെ, അമേരിക്കയുടെ മിലിറ്ററി കോൺട്രാക്ടർമാരാലാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഫുഡ്. ആ ഡിസ്ട്രിബ്യൂഷന്റെ ക്യൂ നിൽക്കുന്നിടത്താണ് വെടിവെക്കുന്നത്. മിനിഞ്ഞാന്ന് മരിച്ചു 75 പേര്. ആഹാരത്തിന് ക്യൂ നിൽക്കുന്നവർ ഈ ഭൂമിയിലെ മനുഷ്യർ വല്ലതും വെടിവെക്കുവോ? വിശന്ന് നിൽക്കുന്നവർ വെടിവെക്കുവോ? 75 പേരെ മിനിഞ്ഞ, അത് ഒരു ദിവസക്കാരെ കണക്കാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് ചാരിറ്റിയോ പണമോ ഒന്നും അല്ല ആവശ്യം. One more question. Sorry, that will be my last. ഒരു കാര്യം ഇവിടെ, നമ്മൾ ഈ കണ്ടംപററി ഇഷ്യൂലോട്ട് വന്നില്ല കേട്ടോ. ഞാൻ ഇതിന്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് ഇതിന്റെ വീണ്ടും അവിടെ നിന്ന് എങ്ങനെയാണ് മുമ്പോട്ട് വന്ന് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത്, അത് ഒരു ദിവസം പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. നമുക്ക് 1-2 പ്രാവശ്യങ്ങളായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ വിഷയത്തിലോട്ട് സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ചോദിച്ചോളൂ. ഈ സൊല്യൂഷൻസ്, സോറി ചോദിക്കുന്നുണ്ടാവില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് കട്ട്, ഒരു വെള്ളം എടുക്കാൻ പോകുന്നുണ്ടേ. വീഡിയോ കട്ട് ചെയ്താണ്. കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ സൊല്യൂഷൻസ് 2 നേഷൻസ് പോസിബിൾ അല്ല എന്ന് പറയുന്നു. ഇതിപ്പോ ഇത്രയും വഷളായ സ്ഥിതിക്ക് ഇതിന് വേറെ എന്താണ് മാർഗം? എന്തായാലും ഇസ്രായേലികൾ വീണ്ടും അവരെ അവിടെ കയറ്റത്തുമില്ല, അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുമില്ല. ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്ക അതിനോട്ട് സമ്മതിക്കത്തുമില്ല. കാര്യം സെറ്റിലേഴ്സ് ഒരിക്കലും അവരിങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി അവർ നോക്കണില്ല. അവരുടെ സ്ഥലം വീണ്ടും കൈവശപ്പെടുത്താനാണ് അവർ നോക്കുന്നത്. അപ്പൊ തിരിച്ച് അവരെ കൊണ്ടുവന്ന് അതിനകത്തൊരു കയറ്റണം. അല്ലെങ്കിൽ അതുപോലെ ലോകം മുഴുവൻ പാലസ്തീനൊപ്പം നിന്ന് എല്ലാ പട്ടാളവും ചെന്ന് ഇരച്ച് കയറി ബഹളം ഉണ്ടാക്കി ഒരു പുതിയ വര, ഈ പറഞ്ഞ പോലെ പുതിയ വരയൊക്കെ വരച്ച് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പം അതെന്തായാലും നടക്കാൻ പോണില്ല. അപ്പൊ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ വലിയ പ്രശ്നത്തിന് വലിയ പരിഹാരം ഉണ്ടാവണം, ചെറിയ പ്രശ്നത്തിന് ചെറിയ പരിഹാരം. ഇതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ 79 വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു ദിവസം കൊണ്ടോ ഒറ്റ വാക്കിലോ പ്രശ്ന പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. അടുത്ത കൊല്ലം ഉണ്ടാവുമെന്നോ ഒരു ചർച്ചയിൽ ഉണ്ടാവുമെന്നോ വിചാരിക്കരുത്. ഇത് ദീർഘകാലം കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. കാരണം ഇത്ര നീണ്ട ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഇതിനകത്ത് നിശ്ചിതമായ താല്പര്യമുള്ള രാജ്യങ്ങൾ ചുറ്റുമുണ്ട്. അമേരിക്കയുണ്ട്, യൂറോപ്പുണ്ട്. അപ്പോൾ അവരുടെ മാത്രം താല്പര്യം കൊണ്ട് മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗം വളരെ കറക്റ്റാണ്. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കാത്ത, നഷ്ടമില്ലാത്ത ആളുകൾ AC റൂമിൽ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 100% അസാധ്യമാണ്. കാരണം ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അവിടെ. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലം, ഗസ എന്ന് പറയുന്നത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ചെറിയ ചെറിയ എൻക്ലേവുകളായി, അതായത് ഫസ്റ്റ് ഡിഗ്രി എൻക്ലേവുകളുണ്ട്, സെക്കൻഡ് ഡിഗ്രി എൻക്ലേവുകളുണ്ട്, ഇന്ന് 3rd ഡിഗ്രി എൻക്ലേവുകളുണ്ട്. 3rd ഡിഗ്രി എൻക്ലേവ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രയേലിൽ കയറി, വെസ്റ്റ് ബാങ്കിൽ കയറി ഇസ്രയേലിൽ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ഒരു ദ്വീപിന് ചുറ്റും വെള്ളം കിടക്കുന്ന പോലെ ചില സ്ഥലങ്ങളെ ചുറ്റും ഇസ്രയേലാണ്, അതിന് ചുറ്റും വെസ്റ്റ് ബാങ്ക് ഉണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ അതായത് 3 പ്രാവശ്യം രാജ്യം കടന്നാൽ പുറത്ത് കിടക്കാവുന്ന രീതിയിലുള്ള 3rd ഡിഗ്രി എൻക്ലേവുകൾ പോലും ഇന്ന് വെസ്റ്റ് ബാങ്കിലുണ്ട്. ഇത് തമ്മിൽ ഒരു 90 കിലോമീറ്ററിന്റെ ദൂരമുണ്ട്. ഉദ്ദേശം വേണ്ട ഒരു 100 കിലോമീറ്റർ. ഈ 100 കിലോമീറ്റർ വരുന്നത് ഇവർ തമ്മിൽ ഒരേ മനുഷ്യരാണ്, ഇവരുടെ ബന്ധുക്കൾ അപ്പുറം ഇപ്പുറമുണ്ട്. അപ്പൊ ഈ 2 സ്ഥലങ്ങൾ ഇനി ഒരു അതിർത്തി വരച്ചെന്നിരിക്കട്ടെ. ഈ സെറ്റിൽമെന്റുകളിൽ നിന്നെല്ലാം ഇവരങ്ങ് ഒഴിവായി പോയിട്ട് വെസ്റ്റ് ബാങ്ക് മുഴുവൻ ഒരു ഗസ പോലത്തെ ഒരു ജിയോഗ്രഫിക്കലി ഒറ്റ സ്ഥലമായിരിക്കട്ടെ. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു 90 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു കോറിഡോർ. അങ്ങനെ 3 ആയിരിക്കും. അങ്ങനെ വന്നാൽ ഒരു രാജ്യം ഉണ്ടാക്കുന്നത് ഗസ എന്ന് പറയുന്നതും ഈ കോറിഡോറും പിന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്.
ഇങ്ങനെ ഒരു രാജ്യം നിലനിൽക്കും. നമ്മുടെ രാജ്യത്തിന് മേളികൂടെ വിമാനം പറന്നു പോകുന്ന ഒരു രാജ്യം പണ്ടുണ്ടായിരുന്നു, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും. അത് പിന്നെ ബംഗ്ലാദേശാക്കി മാറ്റിയത് നമ്മുടെ ശ്രമം കൊണ്ട്. കാരണം നമ്മുടെ ആകാശത്തിലൂടെ പോകുന്നത് നമുക്ക് സുരക്ഷിതത്തിന് കുറവായിരുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ അപ്പുറം ഇപ്പുറയും രണ്ട് ചെറിയ ഭൂപ്രദേശവും അതിന് നടുക്കൊരു കോറിഡോറും വെച്ച് അതിന്റെ ചുറ്റും ഇസ്രായേലും വെച്ചുകൊണ്ട് രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ പോയി. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, നഗോർണോ കാർബാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ അസർബൈജാനില്. അത് 100% അസർബൈജാന്റെ ഉള്ളിലാണ് ആ സ്ഥലം. പക്ഷെ ആ സ്ഥലത്ത് താമസിക്കുന്നതും താമസിക്കുന്ന മനുഷ്യർ അർമേനിയൻസ് ആണ്. അങ്ങോട്ട് പോകാൻ ഒരു കോറിഡോർ ഉണ്ട്. ഈ കോറിഡോർ വഴി ഞാൻ ഒരിക്കലും ഈ പറയുന്ന നഗോർണോ കാർബാഖിൽ പോവുകയും 2 ദിവസം താമസിക്കുകയും ചെയ്തിരുന്നു, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്. അപ്പൊ അവിടെ താമസിക്കുന്ന മുഴുവൻ അർമേനിയൻസ് ആണ്. പക്ഷെ സ്ഥലം 100% 4 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്നത് അസർബൈജാന്റെ അകത്താണ്. അത് എന്നും അവിടെ തമ്മിൽ പ്രശ്നമായിരുന്നു. അതുപോലെ മറ്റു പ്രശ്നം ഇതായി തീരത്തുള്ളൂ. അതിലുപരി ഈ സെറ്റിൽമെന്റുകൾ ഒരിക്കലും ഇസ്രായേലിനെ ഒഴിവാക്കി വിട്ടുപോകാൻ പറ്റത്തില്ല. കാരണം മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ നടക്കിയിരിക്കുന്നത്. അവിടുത്തെ ഒഴിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും പശ്ചാത്തല വികസനവും അവർക്ക് ഇട്ടിട്ട് പോരാനേ പറ്റത്തില്ല. ഇട്ടിട്ട് പോരാൻ വേണ്ടി പണിതതുമല്ല. അവിടെയുള്ള മുഴുവൻ വെള്ളം, ഞാൻ പറയാം, ജോർദാൻ നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് പ്രധാന റിസോഴ്സസ്. ആ റിസോഴ്സുകളെല്ലാം ഇവർ കൈവശപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാം സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഈ പാലസ്തീനിൽ താമസിക്കുന്നവരുടെ ചെറ്റക്കുടിലൊന്നുമല്ല, കൂറ്റൻ കെട്ടിടങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ ഉൾപ്പെടെ. അതേസമയം 4 മണിക്കൂറും 5 മണിക്കൂറും ഉള്ളൂ തൊട്ട് താഴെ താമസിക്കുന്ന പാലസ്തീനിക്ക്. ഇവർക്ക് സ്വിമ്മിംഗ് പൂളുകളുള്ള വീടുകളുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളാണ്. അങ്ങോട്ട് പോകുന്ന വണ്ടി, അതായത് ഹെബ്രോനിൽ നിന്ന് ജെറുസലേം വരെ വരുന്ന ദൂരം ഒരു പാലസ്തീനിക്ക് പോകണം, തൊട്ടടുത്ത റോഡ് ഒരു മതിലിന് അപ്പുറത്തുള്ള റോഡിൽ പോകണമെന്നുള്ള 8 മണിക്കൂർ എടുക്കുമ്പോൾ ഇവർക്ക് 3 മണിക്കൂർ കൊണ്ട് എല്ലാം പറ്റും. അത്തരത്തിലുള്ള ഹൈവേകളും റോഡുകളും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊന്നും വിട്ടിട്ട് അവർക്ക് ഇറങ്ങി പോരാനും പറ്റത്തില്ല. അപ്പോ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രായോഗികം. അതൊരു പക്ഷേ ഒരു 2005 വരെയും പിന്നെയും സാധ്യമാണെന്ന് വിചാരിക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പോസിബിൾ അല്ല. കാരണം 2 രാജ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. പിന്നെ എന്താണ് പോംവഴി? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് 1 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. അത് 1 ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയും, 1 ഡെമോക്രാറ്റിക് ODC എന്ന് പറയും, 1 ഡെമോക്രാറ്റിക് കൺട്രി ആകുക. അത് ഇന്നത്തെ ഈ പറയുന്ന നെതന്യാഹുവും ട്രംപും ഞാനും നിങ്ങളൊക്കെ ചത്തു തീർന്നിട്ടൊരു തലമുറ ഇവിടെ വരും. കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള, മനുഷ്യ സ്നേഹമുള്ള, സഹോദരനെ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ വരും. ആ മനുഷ്യർ ഇവിടെ വരുമ്പോൾ അതിനുള്ള സാധ്യതയാണ് ഇന്ന് ഇന്റർനെറ്റ് തുറന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് 10ഓളം സംഘടനകൾ, 10 സംഘടന എനിക്ക് എണ്ണി അറിയാവുന്ന, എനിക്ക് അതിലൊരു സംഘടനയുമായി നേരിട്ട് ബന്ധമുണ്ട്. 10 സംഘടനകൾ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആന്റി സയനിസ്റ്റ് ആണ്. അവർ യഹൂദന്മാരാണ്, പക്ഷെ അവർ ആന്റി സയനിസ്റ്റ് ആണ്. അവർ പാലസ്തീൻ സിമ്പതൈസർ ആണ്. അതുകൊണ്ട് അവർ സ്വന്തമായി പ്രവർത്തിക്കാൻ പറ്റില്ല. അവർ ഡോക്യുമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ബേച്ചാലയം എന്നൊക്കെ പറയുന്ന പോലത്തെ സംഘടനകൾ, ഈ ബേച്ചാലയമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അവരുമായി എഴുത്തുകൾ നടത്താറുണ്ട്. കാരണം എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടാൻ ഏറ്റവും നല്ലതും ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഒക്കെ മെയിൽ അയക്കുകയും മറുപടി അയക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള 10ഓളം സംഘടനകൾ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇസ്രയേലിനും പാലസ്തീനും പുറത്ത് താമസിക്കുന്ന യഹൂദനും അറബും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ വഴക്കൂടേണ്ടവരല്ല എന്നവർക്ക് ബോധ്യം. ഇങ്ങനെ വരുന്ന ഒരു തലമുറ, ജനാധിപത്യ ബോധമുള്ള തലമുറ, സഹോദര സ്നേഹമുള്ള, മനുഷ്യ സ്നേഹമുള്ള ഒരു തലമുറ വളർന്നു വരികയും ഇവർക്ക് ഒരുമിച്ച്, കാരണം ഏറ്റവും ഒരുമിച്ച് താമസിക്കാൻ ആരെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ മനുഷ്യർ പക്ഷേ തമിഴനായിരിക്കും. കാരണം നമ്മൾ രണ്ടും ദ്രവീഡിയരാണ്. നമ്മുടെ ഭാഷ തമ്മിൽ വളരെ സാമ്യമുണ്ട്. അപ്പം നമുക്ക് തമിഴ്നാടുമായിട്ടാണ് ഏറ്റവും സഹകരിക്കാൻ, ഇതിനേക്കാൾ സഹകരിക്കാൻ പറ്റിയ മനുഷ്യനാണ് അറബ് യഹൂദർ. ഒരപ്പന്റെ മക്കളാണ് അവര്. അവരുടെ ആഹാര രീതി ഒന്നാണ്. അപ്പൊ ഇവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന്, അപ്പൊ ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രി, അത് പിന്നെ ഒരിക്കലും ഒരു ജൂവിഷ് സ്റ്റേറ്റ് ആയിരിക്കില്ല. അതൊരു സയനിസ്റ്റ് രാജ്യമായിരിക്കില്ല. പേരെന്തോ ആയിക്കോട്ടെ, ഇസ്രായേലിനോ പാലസ്തീനോ ഇസ്രാ പാലസ്തീനോ എന്ത് വേണേലും ഇട്ടോട്ടെ. പക്ഷെ അവിടെ അറബും യഹൂദനും തുല്യമായി ജീവിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയായി മാറുന്നതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. അത് ഈ തലമുറയിൽ ഉണ്ടാകും നമ്മൾ വിചാരിക്കാനും വയ്യ. അതാ ഞാൻ പറഞ്ഞ വലിയ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം ഉണ്ടായി പറ്റും, ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ പരിഹാരം. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്, വലിയ പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വൈര്യം മാത്രമല്ല, ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പുറത്തുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, യൂറോപ്പിന് അതിൻ്റെതായ താല്പര്യമുണ്ട്, അമേരിക്കയിലുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റുകളും ഇസ്രായേൽ ലോബിയും അവരെ മറ്റൊരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മാത്രം പ്രശ്നമല്ല, ലോകത്തിന്റെ മൊത്തം പ്രശ്നമാണ്. എല്ലാ രാജ്യങ്ങൾക്കും സ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. നമുക്ക് നമ്മുടേതായ നിലപാടുണ്ടായിരിക്കണം. അങ്ങനെ ഇതൊരു 1 ഡെമോക്രാറ്റിക് കൺട്രിയായി മാറുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ആ ഡെമോക്രാറ്റിക് കൺട്രിയിലേക്ക് ഈ അഭയാർത്ഥികൾ തിരിച്ചു പോകാൻ പറ്റും. കാരണം അവിടെ മതമല്ല പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെ വംശീയതയല്ല പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളും നമ്മൾ ദ്രവീഡിയൻസ് ആയ നമ്മളും നോർത്ത് ഇന്ത്യനും, നിങ്ങൾ എന്തെങ്കിലും അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ഒരിക്കൽ പോയിട്ടായിരുന്നു. അരുണാചൽ പ്രദേശ്, മിസോറാം, സിക്കിം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഒരു സാമ്യമില്ലാത്ത മനുഷ്യരാണ്. അവർ വേറെ കൂട്ടം നരവംശ പ്രകൃതി പോലും നമ്മുടേതല്ല. അവർ വേറൊരു കൂട്ടം മനുഷ്യരാണ്. പിന്നെയും അവർക്ക് ചേരാൻ സാധ്യത കുറച്ചുകൂടി ചൈനയോടും ഭൂട്ടാനോടുമായിട്ടാണ്. അവരും നമ്മൾ ഒരു രാജ്യമായി ജീവിക്കുന്നില്ലേ? ഡൽഹിയിൽ നിന്നുള്ള ഒരു പതാക പോകുമ്പോൾ നമ്മളെല്ലാം സല്യൂട്ട് അടിക്കുന്നില്ലേ? നമുക്കെല്ലാം ദേശീയ വികാരം ഉണ്ടാകുന്നില്ലേ? ഒരു ദേശീയ ഗാനത്തിന് കീഴിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നില്ലേ? പല വംശീയതകളല്ലേ നമ്മൾ? അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മളാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാമെങ്കിൽ
അരുണാചൽ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നെങ്കിൽ, മിസോറാം ഇന്ത്യയുടെ ഭാഗമായി, നാഗാലാൻഡ് നമ്മുടെ ഭാഗമായി നിൽക്കുന്നെങ്കിൽ, സിക്കിം നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ ഈ അറബിന് യഹൂദിന് സഹോദരനായി നിൽക്കാൻ പറ്റും. അതിനെ ഈ വളരെ ബ്രോഡ് വിഷൻ ഉള്ള ആളുകൾ പറയും, ഇവര് കീരിയും പാമ്പും ഉണ്ടെന്ന് പറയും. നമ്മൾ അങ്ങനെയല്ല കാണും. നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്തോട് ദീർഘവശത്തോടു കൂടിയാണ്. ഒരു കാലത്ത് നിങ്ങൾ ആരെങ്കിലും ജപ്പാനിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഒരിക്കൽ ജപ്പാനിൽ പോയി നോക്കണം. ജപ്പാനിൽ ഞാൻ നാഗസാക്കിയിൽ നിന്ന് ഹിരോഷിമയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ അമേരിക്കയോട് തോന്നിയ ഒരു 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 വിരോധം ഉണ്ടല്ലോ. അത് ജപ്പാനികൾക്കിന്നില്ല. ഒരു കാലത്തും ജപ്പാനും അമേരിക്കയും തമ്മിൽ സൗഹൃദമാകാനുള്ള ഒരു സാധ്യതയുമില്ല. അത്ര ഭീകരമാണ് ഈ നാഗസാക്കിയും ഹിരോഷിമയും ഒരുക്കി കണ്ട. നാഗസാക്കിയിലും ഹിരോഷിമയിലും നമുക്ക് ഒത്തിരി ഒന്നും അത്ര ഹൃദയഭേദമായ കാഴ്ചകളിലും അതിന്റെ മ്യൂസിയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ അവശേഷങ്ങൾ സൂക്ഷിച്ചു കണ്ടു കഴിഞ്ഞാൽ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പിന്നെ ഒരിക്കലും ജപ്പാൻ സൗഹൃദമാക്കാൻ സാധ്യമേ അല്ല നമ്മൾ വിചാരിക്കും. ഇന്നെന്താ അവസ്ഥ? അപ്പൊ നമ്മൾ കാണുന്ന പല ശത്രുക്കളും പിന്നീട് ഈ അതിർത്തികളെല്ലാം മാറ്റി വരികയും ഇവർ സൗഹൃദമായി തീരുകയും അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ ഇവർ തമ്മിലുള്ള വൈര്യം കുറയ്ക്കാം. ഞാൻ ഈ പറഞ്ഞ 10 സംഘടനകൾ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർ തമ്മിലുള്ള വൈര്യം കുറയ്ക്കുക. നിങ്ങൾ സഹോദരങ്ങളാന്ന് പറയുക. അങ്ങോട്ട് ഈ അതിർത്തി അല്ല പ്രശ്നം. അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഒരു രാജ്യത്തിലെ അതിർത്തി പട്ടാളക്കാർ തോക്കുമായി കാവൽ നിൽക്കേണ്ടതല്ല. അതിന് പ്രാധാന്യം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള താൽക്കാലികമായ ക്രമീകരണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ യൂറോപ്പ്. നടന്നു പോകാമല്ലോ, അവിടെ ആരും പട്ടാളക്കാർ കാവൽ നിൽക്കുന്നില്ലല്ലോ. അത്രയും പ്രാധാന്യം അതിർത്തിക്കുള്ളൂ. ഏത് രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളൂ. ഈ അതിർത്തികളെല്ലാം മാറ്റി വരയ്ക്കപ്പെടും. പണ്ട് വേണാറുണ്ടായിരുന്നു, തിരുക്കച്ചി ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, തമ്പി യുദ്ധം ഉണ്ടായിരുന്നു, ചാകുകയും കൊല്ലുകയും ചെയ്യുമായിരുന്നു. ഇന്ന് അതെല്ലാം ഒന്നായി തീർന്നു. ചത്തോന്റെ അവസ്ഥ എന്തായി? അവനൊന്നും ഈ വീരദേശാഭിമാനി അല്ല. ഇന്ന് വേണാടിന് വേണ്ടി പൊരുതി തിരുവിതാംകൂറിനോട് വേണ്ടി മരിച്ചവരിന്ന് ധീരദേശാഭിമാനിയല്ല. കാരണം രണ്ടും ഒരു രാജ്യത്തെ അതിർത്തിയാണ്. അതുകൊണ്ട് ഇന്നീ കൊല്ലപ്പെടുന്നവരെല്ലാം അവരുടെ ജീവിതം നഷ്ടമായി. ഈ അതിർത്തികളെല്ലാം മാറ്റി വരയ്ക്കപ്പെടും. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? ഇവർ തമ്മിൽ സഹോദരങ്ങളാണെന്നും ഇവർ തമ്മിൽ വൈര്യത്തിൽ കഴിയേണ്ടവരല്ലെന്നും ഉള്ള ഒരു കാഴ്ച മിനിമം നമ്മുടെ ഉള്ളിലെങ്കിലും ആ ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ബാക്കിത്തെ കാലം ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഒരു വഴിയുള്ളൂ. എളുപ്പമല്ല, ഈസി അല്ല ഇത്. ഇസ്രായേലിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് അറിയാമോ? അങ്ങനെ ഒരു ഇസ്രായേൽ ധാരാളം ഉണ്ടല്ലോ, ധാരാളം ഉണ്ട്. ഇസ്രായേലിലെ ഇടതുപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ ശക്തമായി അവിടുത്തെ ലിക്വിഡ് പാർട്ടികൾക്കെതിരെയും നെതന്യാഹുവിനെതിരെയും പ്രവർത്തിക്കുന്നു. പക്ഷെ അവര് നിർഭാഗ്യവശാൽ ന്യൂനപക്ഷമാണ്. അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുണ്ട്, ധാരാളം NGO-കളുണ്ട്. അവരെല്ലാം അവിടെ ഇപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തില് 21% അറബ്സ് ആണ്. അറബ് ക്രിസ്ത്യൻ ഉണ്ട്, അറബ് മുസ്ലിം ഉണ്ട്, അറബ്സ് ആണ് അവിടെ ഉള്ളത്. ബാക്കി വരുന്നതിൽ 30% ദൈവവിശ്വാസികളല്ല. എന്ന് പറഞ്ഞാൽ സയനിസ്റ്റുകളുമല്ല അവര്. അപ്പൊ അവിടുത്തെ പകുതി ജനങ്ങൾ ഈ പറയുന്ന സയനിസ്റ്റ് പ്രിൻസിപ്പിളിനോട് യോജിക്കുന്നവരല്ല. പക്ഷെ അവർക്ക് ഒരു മുമ്പോട്ട് വരുന്ന പ്രാമുഖ്യം കിട്ടാനോ അവർക്ക് കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന സയനിസ്റ്റ് ഭരണകൂടം ചെയ്യുന്നുണ്ട്. ഈ സയനിസ്റ്റ് ഭരണകൂടത്തിന് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ യൂറോപ്പിൽ നിന്ന് വന്നവരാണ്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 80% ആളുകൾ യൂറോപ്പിൽ നിന്ന് വന്നവരാണ്. അവരുടെ കൾച്ചറേ വേറെയാണ്. ആ യൂറോപ്പിൽ നിന്ന് വന്ന മനുഷ്യർ ഈ അറബുകളെ രണ്ടാം തരം മനുഷ്യനായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഡീഹ്യൂമനൈസേഷൻ നടക്കുന്നത്. അവരുടെ പാഠപുസ്തകങ്ങൾ തൊട്ട് ഇവരെ കുറഞ്ഞ മനുഷ്യരായി. ഇനി ഇതിന്റെ ബാധ്യത ഇപ്പൊ ഈ ആവി ശിലോമിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഓക്സ്ഫോർഡ് ജീവിച്ചിരിക്കുന്നത്. അടുത്ത വരവ് ഞാനും ലിയോസ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നുണ്ടോന്ന് അറിയില്ല. ലിയോസും കൂടെ കാണാൻ പോകുമെന്ന് പറഞ്ഞില്ലേ. ആ മനുഷ്യന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് 1948 ഇസ്രായേൽ രാജ്യം ഉണ്ടായി അങ്ങോട്ട് കുടിയേറി വരുമ്പോ ഇവര് DDT തളിപ്പിച്ച്, അന്ന് വേറെ ഈ മോഡേൺ ആയിട്ടുള്ള അണുനശീകരണ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഏറ്റവും പ്രാകൃതമായി DDT തളിപ്പിച്ച് ഒരു ദിവസം അവരെ ഹാർബറിൽ നിർത്തുമായിരുന്നു. വിമാനം വഴി വരാൻ സംവിധാനം ഇല്ല ഒന്ന്. കാരണം അറബ് നാടുകളിൽ നിന്ന് കുടിയേറുന്ന യഹൂദൻ പോലും രണ്ടാം തരക്കാരാണ് കരുതിയിരിക്കുന്നത്. അറബ് യഹൂദൻ അവൻ രണ്ടാം തര. കാരണം ഈ യൂറോപ്പിൽ നിന്ന് വന്ന ഉക്രൈനിൽ നിന്നും പോളണ്ടിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ജർമ്മനിയിൽ നിന്ന് കടന്നു വന്ന യൂറോപ്പിന് അറബ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അറബ് നാട്ടിൽ ജീവിക്കാൻ അവർ സംസ്കാരം എന്ന് പറഞ്ഞുകൂടാ. അവർ കുറഞ്ഞവരായി കരുതി. ആ കുറഞ്ഞവരായി കരുതിയതിനാ ഡീഹ്യൂമനൈസേഷൻ ഇന്നും അവരുടെ പാഠപുസ്തകങ്ങൾ തൊട്ട് എങ്ങനെയാണ് IDF പട്ടാളക്കാരൻ, IDF സ്നൈപ്പർ ഒരു കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ഇതോടെ പറഞ്ഞ് ഞാൻ ആ ചോദ്യത്തിന് അവസാനിപ്പിക്കാം. ഈ സിനിമയിലൊക്കെ മെഷീൻ ഗൺ വെച്ച് വെടിവെക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊരാളെ പോയിന്റ് ചെയ്തിട്ടല്ല. ഒരു ജനക്കൂട്ടത്തിനെതിരെ ഒരു വ്യക്തി അങ്ങ് കുറേ ബുള്ളറ്റാ പോകുന്നത്, ഒരു ഉദ്ദേശം അതേ ഉള്ളൂ. പക്ഷെ സ്നൈപ്പർ അങ്ങനെയല്ല. സ്നൈപ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ ബുള്ളറ്റാണ്. ഒരേ ആളെ കണ്ടിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്ത് 5-10 മിനിറ്റ് ഫോക്കസ് ചെയ്താണ്. ഈ അൽഷീഫ ഹോസ്പിറ്റലിലൊക്കെ ഫ്രണ്ടിൽ ഒരിക്കലും ഒരു തല തകർന്നു പോയ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഒരു അമ്മ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരിക്കലുണ്ടായിരുന്നു. ഒരു സ്നൈപ്പർ വെടിവെച്ചതാ ഒരു കൊച്ചിന്റെ തലക്കിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിന്റെ തലയ്ക്ക് ഫോക്കസ് ചെയ്തിട്ട് 2-3 മിനിറ്റ് എടുക്കുകയല്ലേ ഫോക്കസ് ചെയ്യാനായിട്ട്? പെട്ടെന്നുണ്ടാകുന്ന വെടിവെപ്പല്ലോ. അത് കൊച്ചിന്റെ തലയാണെന്ന് മനസ്സിലായിട്ട് മതിയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു പട്ടാളക്കാരനായിട്ട് ആർക്കാണെങ്കിലും 4-5 മിനിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് തരം അവന്റെ വീട്ടിലുണ്ടാവും കുഞ്ഞ്, എന്ത് തരം മാനസികാവസ്ഥയുടെ അവർ എത്തിച്ചേർന്നു? അതിന്റെ ഒറ്റ കാരണമുള്ളൂ, അറബ്സിനെ അവർ പാലസ്തീനികളെ ഡീഹ്യൂമനൈസ് ചെയ്തു. ഇവർ കുറഞ്ഞ മനുഷ്യരാണ്, ഇവർ സബ് ഹ്യൂമൻ ആണ്, ഇവർ ജീവിച്ചിരിക്കാൻ. റൂബി മ്യൂട്ടാണ്. ചോദിച്ചോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ റൂബി.
ഓക്കെ, താങ്ക് യു സജി, താങ്ക് യു ഫോർ ദ സ്റ്റോറി. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് സജി പറയുമ്പോ വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. ഒരു സിംഗിൾ ലൈൻ ഓഫ് ത്രെഡ്. റെഫ്യൂജീസ് ആക്കപ്പെട്ട ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട മനുഷ്യന്മാർക്ക് റൈറ്റ് ടു റിട്ടേൺ ഇല്ല എന്നുള്ളത്. അപ്പം ആദ്യത്തെ ആള് ചോദിച്ച ക്വസ്റ്റ്യൻ ഐ ജസ്റ്റ് വോണ്ട് ടു ടച്ച് അപ്പോൺ ഇറ്റ്, കാരണം സജി അത് മിസ്സായി തോന്നുന്നു. ഇവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിയില്ല എന്നുള്ളത്. അപ്പം ഞാനും ഇത് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് പല പരിചയക്കാരുണ്ട് പലസ്തീനിൽ നിന്ന് ഇവിടെ യൂറോപ്പിലൊക്കെ വന്ന് പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ അവര് പറയാറുണ്ട് അവരൊരിക്കലും അവിടെ നിന്ന് പോകില്ല എന്നുള്ളത്. സോ ദേ കം ടു യൂറോപ്പ്, ദേ സ്റ്റഡി, ദേ ഗോ ബാക്ക്. അവർക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉള്ള ആൾക്കാരും. കാരണം എനിക്ക് ഇപ്പോഴാണ് അതിന്റെ റീസൺ മനസ്സിലാവുന്നത്. കാരണം ഇനി അവർ ഒന്നും കൂടെ പോയി കഴിഞ്ഞാൽ ഇനിയും അവർക്ക് റൈറ്റ് ടു റിട്ടേൺ ഇനിയും എവിടെ ഇല്ലാണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. സോ ദാറ്റ് വാസ് എ കമന്റ്. പക്ഷെ മൈ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. സജി പറഞ്ഞ സ്റ്റോറിയിൽ എനിക്ക് ഒരു സാധനം മിസ്സിംഗ് ആയിരുന്നു. അതായത് ബ്രിട്ടനും ഫ്രാൻസും എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണല്ലോ യൂറോപ്പിന്റെ പ്രോബ്ലത്തിനെ യൂറോപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാന്നുള്ളത്. സോ ഗെറ്റിംഗ് റിഡ് ഓഫ് യുവർ ഇഷ്യൂ. സോ വൈ ഡിഡ് ദേ പിക്ക് ദാറ്റ് പെർട്ടിക്കുലർ സ്പോട്ട്? ലോകം വലുതാണല്ലോ. വൈ ദിസ് പെർട്ടിക്കുലർ സ്പോട്ട്? സോ വൈ ഡു വി ഹാവ് ദിസ് അതിന്റെ പെർട്ടിക്കുലർ കാരണം ഞാൻ പറഞ്ഞില്ലേ റൂബി, അതിന് ബ്രിട്ടന്റെ താല്പര്യം മാത്രമായിരുന്നു. ഈ സൂയസ് കനാൽ എന്ന് പറയുന്ന അന്ന് ഇന്ത്യയും ഈജിപ്തും അവരുടെ കോളനിയായിരുന്നു ബ്രിട്ടന്റെ. അപ്പൊ ഏറ്റവും വിഭവസമൃദ്ധമായ രണ്ട് രാജ്യങ്ങളായിരുന്നു എന്നത് നാച്ചുറൽ റിസോഴ്സ്. ഇത് മുഴുവൻ കടത്തിക്കൊണ്ട് പോകുന്ന കപ്പൽ മാർഗമായിരുന്നു. ആ പ്രധാനപ്പെട്ട കപ്പൽശാലായിരുന്നു ഒന്ന് സൂയസ് കനാൽ. ഇന്നും അതെ സൂയസ് കനാലാണ്. ആ സൂയസ് കനാലിന്റെ ഒരു ഇടത്താവളമായി ഉപയോഗിക്കാൻ പറ്റിയ ജിയോഗ്രഫിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ അതിന് മേലൊരു കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒന്നോട് പറഞ്ഞിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ജോർജ് ലോയിഡും ഈ സയനിസ്റ്റ് മൂവ്മെന്റുമായിട്ട് അന്ന് എഡ്വിൻ മൊണ്ടേഗു എന്ന് പറയുന്ന ഒരു പാർലമെന്റേറിയൻ ഉണ്ടായിരുന്നു. നമ്മളൊരു പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞൊരു ഒരു അത് കേട്ടിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഒരുപക്ഷെ റൂബിയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പഠിച്ച ആളാന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചാണ്, ഹിസ്റ്ററി പഠിച്ച മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണപരിഷ്കാരമായിരുന്നു. അത് നടപ്പാക്കിയ ആളുടെ പേരാണ് ഈ എഡ്വിൻ മൊണ്ടേഗു. അന്ന് സെക്രട്ടറി ജനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഈ മൊണ്ടേഗു. അതിനുശേഷം മൊണ്ടേഗു തിരിച്ചുപോയി. മൊണ്ടേഗു ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം അന്ന് ബ്രിട്ടനിലെ പാർലമെന്റേറിയൻ ആയിരുന്നു. അദ്ദേഹം ഒരു യഹൂദനാണ് മൊണ്ടേഗുവിന്റെ കസിനും ഒരു പാർലമെന്റേറിയൻ ആയിരുന്നു. അന്ന് ഈ ബ്രിട്ടീഷിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ം ഇസ്മാൻ മാഞ്ചസ്റ്ററിൽ താമസിക്കുന്നു. ഇതിൽ മൊണ്ടേഗു ഒഴികെ ബാക്കി 3 പേരും അന്നത്തെ ജോർജ് ലോയിഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇങ്ങനെ ഇവർ കൂടിയാണ് ഈ സയനിസ്റ്റ് മൂവ്മെന്റിന്റെ താല്പര്യപ്രകാരം അന്നത്തെ പ്രധാനമന്ത്രിയെ ലോബി ചെയ്ത് ഇവര് പാലസ്തീനിലോട്ട് പോകണമെന്നാണ് തീരുമാനമെടുക്കുന്നത്. അന്ന് എഡ്വിൻ മൊണ്ടേഗു മാത്രമാണ് പറഞ്ഞത് പാടില്ല, മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്ന സമയത്ത് തനത് ഇൻഡിജീനിയസ് പീപ്പിളിന്റെ അവരോട് അഭിപ്രായം ചോദിക്കണം. അവരുടെ മതപരവും ആത്മീയവും കൾച്ചറലുമായിട്ടുള്ള ഏതെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് അവിടെ അഭിപ്രായം ചോദിക്കണം എന്ന് പറഞ്ഞ ഏക മനുഷ്യന് എഡ്വിൻ മൊണ്ടേഗു ആണ്. ആ എഡ്വിൻ മൊണ്ടേഗുവിന്റെ കസിൻ പക്ഷേ ഒരു സയനിസ്റ്റ് ആയിരുന്നു. എഡ്വിൻ മൊണ്ടേഗുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആദ്യത്തെ ഡ്രാഫ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാലസ്തൈൻ ഇൻടു എ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തിരുത്തുന്നത് കൈകൊണ്ട് വെട്ടിത്തിരുത്തുക ചെയ്തത്. അതിന്റെ കോപ്പി എല്ലാം ഞാൻ എന്തിട്ടുണ്ട്. അത് എഡ്വിൻ മൊണ്ടേഗു കൈകൊണ്ട് വെട്ടിത്തിരുത്തി. സജി ഒരു കൊച്ചു കാര്യം കൂടെ. അപ്പൊ സജി പറഞ്ഞ ഈ സുവേസ് കനാലിന്റെ റിസോഴ്സസ് ആ സ്റ്റോറി എനിക്ക് പിടികിട്ടി. പക്ഷെ യു ഓൾസോ സെഡ് അനദർ സ്റ്റോറി. സജി പറഞ്ഞ സ്റ്റോറിക്കകത്ത് റിട്ടേൺ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. സോ ഹൗ ഡസ് So that ties in, right? So അത് ശരിക്കും ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ സയനിസം എന്താണെന്ന് കൂടുതൽ ചേർത്ത് പറഞ്ഞാലേ ഈ കഥ പൂർത്തിയാകത്തുള്ളൂ. പക്ഷെ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ആദ്യം ഇതിനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല കണ്ടത്. ഇതൊരു ആത്മീയ വിഷയമാണ്. ഞങ്ങളുടെ കർത്താവ് തിരിച്ചു വരണം, അതാണ് ക്രിസ്ത്യനിൽ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് കുറച്ചുകൂടെ ഹാർഡ് കോർ ബിലീവേഴ്സ് ആണല്ലോ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ക്രിസ്തു തിരിച്ചു വരാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകണം. പക്ഷെ ആ രാജ്യം ഉണ്ടാകണം എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം, ആ രാജ്യം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളിടത്താണ് പ്രശ്നം. ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഒരു താല്പര്യം ഉണ്ടാവട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ സ്ഥലത്താണ് എന്റെ പ്രധാനപ്പെട്ട എന്റെ കാരണവർ താമസിച്ച സ്ഥലമാണ്, എനിക്ക് അവിടെ നീതി നിങ്ങളുടെ പറമ്പിൽ കിടക്കണം എന്നിരിക്കട്ടെ. ഞാൻ വന്നത് കയ്യേറുമല്ല വേണ്ടത്, ഞാൻ നിങ്ങളുമായിട്ടാണ് അതിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥനുമായി, ഇപ്പോഴത്തെ റൈറ്റ് ആർക്കാണോ അവരുമായി ചോദിച്ച് അവരുമായി ചർച്ച ചെയ്ത് അവരുമായി വേണ്ട നഷ്ടപരിഹാരം കൊടുക്കുന്ന, അങ്ങനെ ഏത് തരത്തിലാണോ അവിടെ ഒരു ടെറിട്ടറിയെ വിഭജിക്കുമ്പോൾ ഇൻഡിജീനിയസ് പീപ്പിളുമായി ആലോചിക്കണം. ഇത് ലോകത്തിൽ ഒരിടത്ത് നടന്നിട്ടില്ല. റെഡ് ഇന്ത്യൻസിനെ ഒഴിവാക്കിയല്ലേ അമേരിക്ക ഉണ്ടായത്. ഓസ്ട്രേലിയയുടെ അബോറിജിനൽസിൽ പുറത്താക്കിയല്ലേ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരിക്കുന്ന തടവുകാരെ താമസിക്കുന്ന സ്ഥലമല്ലായിരുന്നു ഓസ്ട്രേലിയ. ഇത് തന്നെയല്ലേ കാനഡയിൽ നടന്നത്.
അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം ഇൻഡിജിനിയസ് പീപ്പിളിനെ ഒഴിവാക്കി അവിടെ കുറച്ചുകൂടി വികസിച്ച നാടുകളിൽ നിന്ന് വന്ന മനുഷ്യർ കയ്യേറിയ ഒരു ചരിത്രമാണുള്ളത്. അത് ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും ഉള്ളതാണ്. അത് തന്നെയാണ് ഇസ്രയേലിലും ഇവർ ആവർത്തിച്ചത്. അപ്പോഴേക്ക് ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, അവർക്ക് രാഷ്ട്രീയ താല്പര്യമില്ലായിരുന്നു. അവിടെ ഒരു രാജ്യം ഉണ്ടാകണമെന്നുള്ളൂ. പക്ഷെ അത് എങ്ങനെ ഉണ്ടാകണം, അത് കയ്യേറി ഉണ്ടാകണമെന്ന് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ആരും പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴത്തെ അമേരിക്കയിലുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റുകളെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അറബികളെല്ലാം കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല, അവരെല്ലാം ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഇത് ശക്തമായ രാജ്യം വരണം എന്നുള്ളത് ഈ നൂറ്റാണ്ടിലെ തീരുമാനമാണ്. ഇപ്പോഴത്തെ അവിടെ ഒരു ചേഞ്ച് ആണ്. ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് വളരെ വിശുദ്ധനും, ഈ കാൽവിൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശുദ്ധനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു, സുവിശേഷകനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരുടെ തലമുറ കഴിഞ്ഞു പോയി. അവരാണിത് ഉണ്ടാക്കിയെങ്കിലും അവര് രാജ്യം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് അവർ പറഞ്ഞില്ല. അവർക്ക് അതിനെക്കുറിച്ച് താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ഇവാഞ്ചലിക്കൽ വളരെ ഹാർഡ് കോറായ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, പ്രത്യേകിച്ച് ബെന്തിക്കോസുകാരെ പോലും ഇന്ന് വോട്ട് ചെയ്യാനോ അത്ര രാഷ്ട്രീയ താല്പര്യമില്ലാത്തവരാണ്. ഞാൻ കുറെ കാലം ഒരു ബെന്തിക്കോസുകാരനായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറെ കാലം, ഇപ്പോഴല്ല കേട്ടോ, ഏതാണ്ട് നിയർലി 13 to 14 years ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അവർക്കൊന്നും രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെ രാജ്യം ഉണ്ടാകണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ രാജ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പൊളിറ്റിക്കൽ മാറ്റർ. അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമായിരുന്നു. മറിച്ച് കയ്യേറുമല്ലായിരുന്നു വേണ്ടത്, അവിടെ ജനങ്ങളെ പുറത്താക്കിയല്ലായിരുന്നു വേണ്ടത്. അപ്പോ ഇതിനകത്ത് മറ്റേ സാമ്പത്തിക വശം, ബ്രിട്ടന്റെ സാമ്പത്തിക താല്പര്യം മാത്രമല്ല, തീർച്ചയായിട്ടും സ്പിരിച്വലായ ഒരു ക്രൈസ്തവീയമായ ഒരു എലമെന്റ് കൂടി അതിനകത്തുണ്ട്. സോ യുവർ പോയിന്റ് ഈസ് വാലിഡ്. ഞാൻ വിചാരിച്ചത് ആദ്യമേ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിനെ ഒരു മതപ്രശ്നമായി, ഇപ്പോഴത്തെ പ്രശ്നത്തെ ഒരു മതപ്രശ്നമായി ഞാൻ കാണുന്നില്ല. ഇത് തികച്ചും രാഷ്ട്രീയ പ്രശ്നമാണ്. പരിഹാരവും രാഷ്ട്രീയമായി മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഇവാഞ്ചലിക്കൽ സയനിസ്റ്റുകൾ ഇപ്പോഴും അമേരിക്കയിലുണ്ട്. ഇപ്പോഴും അവർ ആ രീതിയിൽ വിശ്വസിക്കുകയും ആ രീതിയിൽ അവിടെ പ്രചരണവും നടത്തുന്നുണ്ട്. ഇത് ക്രിസ്തു വരാനുള്ള സ്ഥലമാണ്, നമ്മൾ തന്നെ അത് കൈവശപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള പ്രചരണം അതിനെയാണ് മറ്റവർ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോഴും. അത് പോയിട്ടൊന്നുമില്ല ആ ഇഷ്യൂ. അതിനെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു ബാക്കി 8 മണിയായി, ഇനി നമ്മൾ 1 മണിക്കൂറാണ് പറഞ്ഞത്, ഒരു 5 മിനിറ്റ് സമയം എടുക്കാമോ? 10 മിനിറ്റ് കൂടെ എടുക്കാം. ഈ ഒന്നാം ജനറേഷനുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റുകളെ പോലല്ല ഇപ്പോഴത്തെ സയനിസ്റ്റുകൾ. ഒന്നാം ജനറേഷനുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്പിരിച്വൽ ആയിരുന്നു. ക്രിസ്തു മടങ്ങി വരണം, അതിന് ഇസ്രായേൽ സ്ഥാപിക്കണമെന്നല്ലാതെ അറബികൾ ഓടിക്കണമെന്നോ കൊല്ലണമെന്നോ, ഇന്ന് കാണുന്ന പോലെ 15,000 പിള്ളേരെ കൊന്നുകളയണമെന്നോ അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാക്കണമെന്നൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വം താല്പര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ സയനിസ്റ്റുകൾ അതല്ല. ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ഈ പറഞ്ഞ എല്ലാ കൊലപാതകത്തെയും ന്യായീകരിക്കുന്നതാണ്. ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ നെറ്റിൽ അടിച്ചുള്ള ICEJ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ എംബസി ജെറുസലേം, ഇന്റർനാഷണൽ ക്രിസ്ത്യൻ എംബസി ജെറുസലേം. ഞങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പിന്നീട് വായിച്ചു നോക്കാൻ, ഇതൊരു വീഡിയോ യൂട്യൂബിലിടുന്ന അതിന്റെ താഴെ ഇടാം കേട്ടോ. അതായത് 179 രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉള്ള ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റ് ഓർഗനൈസേഷനാണ് ICEJ, ഇന്റർനാഷണൽ ക്രിസ്ത്യൻ എംബസി ജെറുസലേം. ഇങ്ങനത്തെ ഏതാണ്ട് 100ഓളം ക്രിസ്ത്യൻ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ ജെറുസലേമിലുണ്ട്. ജെറുസലേമിലും ടെലവീവിലുണ്ട്. ഇവർ ശരിക്കും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളെ ഉപദേശിക്കാൻ തക്ക കെൽപ്പുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. നമ്മുടെ ഇന്ത്യയിൽ അവരുടെ ബ്രാഞ്ച് വിജയവാഡയിലാണ്. ഇവർ സ്ഥാപിച്ചത് എന്താ പറയുക, ഇവർ ഇത്തരം ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട തുടങ്ങിയത് ഇസ്രയേലുമായി ബന്ധമുള്ള ഇസ്രയേൽ ബ്ലഡ് ലൈനിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് ഇസ്രയേലിൽ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിക്കുക. കാരണം ഇസ്രയേലിൽ യഹൂദന്മാരുടെ പെർസെന്റേജ് വർദ്ധിക്കണമല്ലോ. മാത്രമല്ല അത് അവരുടെ നാടാണ്. അപ്പൊ എവിടെയെങ്കിലും യഹൂദന്മാരുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ മിസോറാമിൽ നിന്നൊക്കെ ഏതാണ്ട് 4,000 പേര് പോയി, മട്ടാഞ്ചേരി എന്നുള്ള ആളുകൾ പോയി, ഇവരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുക, സെറ്റിൽ ചെയ്യിപ്പിക്കുക. ഇതായിരുന്നു ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത വലിയൊരു പ്രൊപ്പഗണ്ടയാണ് വിശുദ്ധ നാട് സന്ദർശനം. നമ്മുടെ നാട്ടിൽ ഒരു 50 കൊല്ലം മുമ്പ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇത് നിങ്ങൾ നോക്കി ഏത് ക്രിസ്ത്യൻ ചർച്ചിൽ പോയി നോക്കിയാലും കാണാവുന്ന ഒരു പരിപാടിയാണ്. 1 or 2 ടീം പോകും. ബൈബിളിൻ പ്രകാരം വിശുദ്ധ നാടില്ല ഈ ഭൂമിയിൽ. യെരുശലേം വിശുദ്ധ നാടല്ല, ഒന്നും വിശുദ്ധ നാടല്ല. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്നാണ് പറഞ്ഞത്. അത് കാലിത്തൊഴുത്തിൽ കൂടിയാലും ക്രിസ്തു അവിടെ വരും, വഴിവക്കി കൂടിയാലും ക്രിസ്തു അവിടെ വരും, എവിടെ കൂടിയാലും ക്രിസ്തു അവിടെ വരും. അതാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപദേശം. ക്രിസ്തു വരുന്ന സ്ഥലമാണ് വിശുദ്ധ സ്ഥലം. അത് 2 പേർ, മിനിമം 2 or 3 പേരെന്നാണ് ക്രിസ്തു പറഞ്ഞത്. 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവിടെ ഞാൻ വരും. അതാണ് ക്രിസ്തു വരുന്ന സ്ഥലമാണ് വിശുദ്ധ. അപ്പൊ പള്ളി കത്തിയിട്ടുള്ള ഇതൊന്നും പുതിയ നിയമത്തിൽ സത്യത്തിലുള്ളതല്ല. അപ്പൊ വിശുദ്ധ നാടെന്ന് പറയുന്ന ഒരു സാധനം ക്രിസ്ത്യൻ പുതിയ അങ്ങനെ വിശുദ്ധ നാടില്ല. പുതിയ നിയമത്തിന് പ്രകാരം പുതിയ യെരുശലേം എന്ന് പറയുന്നത്, പുതിയ യഹൂദൻ എന്ന് പറയുന്നതും എല്ലാ ക്രിസ്ത്യാനികളെല്ലാവരുമാണ് കേട്ടോ. ഇനി അതൊക്കെ ക്രിസ്ത്യൻ ഇന്റർപ്രിട്ടേഷൻ ആണ്. എന്റേത് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇവാഞ്ചലിക്കൽ വിശ്വാസി ആയിരുന്നതുകൊണ്ട് എന്റെ ഇന്റർപ്രിട്ടേഷൻ ഇവാഞ്ചലിക്കായിരിക്കും. എപ്പിസ്കോപ്പൽ സഭകളത് അംഗീകരിച്ചോണ്ടില്ല, കത്തോലിക്ക യാക്കോബ ഓർത്തഡോക്സ് അംഗീകരിച്ചോണ്ടില്ല. അപ്പൊ ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ
ഈ ഇവർ ചെയ്ത എന്നാ ICJ പോലുള്ള സംഘടന ചെയ്ത വിശുദ്ധ നാട് സന്ദർശനത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇസ്രയേൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ടെലവീവ് വഴിയാ പോകുന്നുണ്ടെങ്കിൽ വളരെ കണിശമായ ഇമിഗ്രേഷൻ നിയമങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും അവർ വളരെ കൃത്യമായി ഓരോ വ്യക്തിയുടെയും ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് വരെ അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വിസ ഗ്രാന്റ് ചെയ്യത്തുള്ളൂ. അത്രത്തോളം സുരക്ഷാ ഭീഷണിയുള്ള നിർബന്ധമായ സുരക്ഷാ ചെക്കിങ്ങുള്ള സ്ഥലത്ത് വിസയില്ലാതെ കയറാൻ, തീർത്ഥാടകർക്ക് വിസയില്ലാതെ ആ രാജ്യത്ത് സന്ദർശിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത് ഇത്തരം ക്രിസ്ത്യൻ സയണിസ്റ്റ് മൂവ്മെന്റുകളുടെ ഉപദേശപ്രകാരമാണ്. അവർ പറഞ്ഞു കൂട്ടമായി, അതായത് ഒരു സംഘമായി വരുന്ന തീർത്ഥാടകരെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഇസ്രയേൽ വിസ അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർ ജോർദാൻ വഴി പാലം കടന്നു പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പേപ്പറിൽ വിസ അടിച്ചു കൊടുക്കുക. ഒന്നാലോചിച്ച് നോക്കണം, അതുപോലത്തെ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നമുള്ള ഒരു രാജ്യം അവരുടെ പാസ്പോർട്ടിൽ പോലും വിസ എൻ്റർ ചെയ്യുന്നില്ല. നമുക്കൊരു പേപ്പറിലാണ് വിസ അടിച്ചു തരുന്നത്. എന്നിട്ട് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേപ്പർ തിരിച്ചു വാങ്ങും. അപ്പൊ നമ്മുടെ പാസ്പോർട്ടിൽ ഇസ്രയേൽ വിസിറ്റ് ചെയ്ത ഒരു രേഖയുമില്ല, അറബ് രാജ്യത്ത് ജോലി ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ അവരുടെ വിസ നിയമങ്ങളെയും പ്രൊസീജിയറിനെയും റിലാക്സ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഒരു കാരണം ഉണ്ടായിരുന്നു. ഈ ജനങ്ങൾക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കുക, ഇതൊരു വിശുദ്ധ നാടാണെന്നൊരു സെന്റിമെന്റ്സ് ഉണ്ടാക്കുക. ഇന്നൊക്കെ അവിടെ പോകുന്നവർ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? ഈ ഹിന്ദുക്കള് ഹരിദ്വാറിൽ പോകുമ്പോൾ ഗംഗാജലം എടുത്തുകൊണ്ട് വരികയല്ലേ, അതുപോലെ ഇസ്രയേലിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് വരുന്ന പല ആളുകളുണ്ട്. ഈ പോയിട്ട് വരുന്നവർ അവരുടെ പള്ളികളിൽ പറയും, അവിടെ പോയ വിശേഷങ്ങൾ, ക്രിസ്തു ജീവിച്ച നാട് ഗോകുൽത്താമല എന്ന് പറഞ്ഞാൽ 15 അടി പൊക്കമുള്ള ഒരു കുന്ന. ഗോകുൽത്താമല കണ്ടു, ക്രിസ്തു ജനിച്ച സ്ഥലം കണ്ടു, ജോർദാൻ നദി കണ്ടു, വിശുദ്ധ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, അവിടെ ഞങ്ങൾ കുർബാന ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ആ ചർച്ചയുള്ള ബാക്കി വിശ്വാസികൾക്ക് അടുത്ത വർഷം പോകാൻ താല്പര്യം. അങ്ങനെ ഇവരുടെ ഉള്ളിൽ ഇതൊരു വിശുദ്ധ നാടാണെന്നുള്ള ഒരു സംഭവം ഈ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതിനകത്ത് ഈ പറഞ്ഞ ഇവാഞ്ചലിക് ചർച്ച മാത്രമല്ല, അതിനകത്ത് എപ്പിസ്കോപ്പൽ ചർച്ചകളും വീണുപോയി, കത്തോലിക്കരും വീണുപോയി, യാക്കോബക്കാരും വീണു, എല്ലാ ഓർത്തഡോക്സും വീണു, മാർത്തോമ. അപ്പൊ ഇവരെല്ലാവരെയും ഇസ്രയേൽ സിമ്പതൈസറാക്കി മാറ്റാൻ വേണ്ടി നടത്തിയ ഒരു വലിയ പ്രൊപ്പഗണ്ടയായിരുന്നു വിശുദ്ധ നാട് സന്ദർശനം. അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഈ ICJ പോലത്തുള്ള സംഘടനകളാണ്, ഒക്കെ സയനിസ്റ്റുകളാണ്. അപ്പൊ അതാണ് ഒരു പരിധിവരെയും ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾക്ക് അവരോടൊരു സിമ്പതി തോന്നാനും അതൊരു വിശുദ്ധ നാടാണെന്ന് തോന്നാനും അവരുടെ നിലനിൽപ്പ്. ഇനി അതെങ്ങനെ നിലനിന്നാലും ബൈബിൾ എടുത്ത് കൈപിടിച്ചിരിക്കുന്ന ഒരാൾക്കെങ്കിലും കൊച്ചിനെ കൊല്ലുന്ന പട്ടാളക്കാരുടെ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷെ അവർക്ക് അതൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ട് ഇന്ന്. കാരണം അതൊരു വിശുദ്ധ നാടാണെന്ന് ഞങ്ങൾ കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണെന്നൊരു ഒരു ബോധം ഉണ്ടാക്കാൻ. നമ്മളിപ്പോ 8:10 എനിക്ക് എത്ര നേരം തുറന്നു പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങള്, കാരണം എന്റെ ജോലി കഴിഞ്ഞതാണ് ഇന്നത്തെ. ഇല്ലെങ്കിൽ നമുക്ക് താല്പര്യമെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം ഇതിന്റെ ബാക്കി, അതായത് ഇത് നമ്മളിപ്പോ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 1917 വരെ ബാൽഫർ വിളംബരമുള്ള കാര്യം പറഞ്ഞോളൂ. അതിനുശേഷം പീൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്, അതിനുശേഷം കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് താല്പര്യമുള്ള അതിനെ കുറിച്ച് പിന്നീട് ഒരിക്കൽ കേൾക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയാണെങ്കിലും ചോദിക്കാം. പ്രവീൺ എന്ത് ചെയ്യും? നമ്മള് പ്രവീൺ, നമുക്ക് തൽക്കാലം അവസാനിക്കുകയാണോ? കാരണം ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യമുണ്ട്, അതുകൂടെ അവസാനിപ്പിക്കാം. അതും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. മ്യൂട്ട് ആണോ? ഞാൻ അല്ലല്ലോ, കേൾക്കാലോ? എനിക്ക് നന്നായിട്ട് കേൾക്കാം, ചോദിച്ചോളൂ. അജി, താങ്ക് യു വെരി മച്ച്. നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുമായിരുന്നു. അതൊക്കെ ആദ്യം തന്നെ കവർ ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യൂറോപ്യൻ ബ്രിട്ടീഷ് കൊലീഗ്സുമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ എടുത്തിടുന്ന ഒരു പോയിന്റ് ആണ്, ഇറ്റ്സ് വെരി കോംപ്ലെക്സ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹമാസ് ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ടും, ഹമാസ് എന്നുള്ള വാക്ക് അവർ യൂഷ്വലി ദേ യൂസ് ഇറ്റ് ആസ് എ ടൂൾ ടു നോട്ട് ഡിസ്കസ് അബൌട്ട് ദാറ്റ് സബ്ജക്ട്. അതാണ് പൊതുവെ ഇവിടെ കാണുന്ന ഒരു രീതി. ഇപ്പോൾ എനിക്ക് അതിനകത്ത് 2 ചോദ്യമാണുള്ളത്. ഒന്ന്, സബീല് ചോദിച്ച കാര്യം, ഈ റിസോഴ്സസ് ഒക്കെ അവിടെ എങ്ങനെ എത്തുന്നു എന്നുള്ളത്. അപ്പം ഭക്ഷണം പോലും എത്തിക്കാൻ പ്രയാസമുള്ള ഒരു സ്ഥലത്ത് ഹമാസിന് വേണ്ട ടൂൾസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എത്തിക്കുക എന്നുള്ളത് എങ്ങനെയാണ് സാധ്യം? അതൊരു ഗവൺമെന്റ് അറിയാതെ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? പിന്നെ അവരുടെ എക്സിസ്റ്റൻസ്, അതിനകത്തൊരു കൺസ്പിറസി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഹമാസിനെ നമ്മൾ എങ്ങനെ വേണം കാണാൻ? ഈ യൂറോപ്യൻ പോയിന്റ് ഓഫ് വ്യൂന്ന് അവരെ എങ്ങനെ വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഹമാസ് ആദ്യം ഉണ്ടാകുന്നത് ഈ അവിടെ ചാരിറ്റി വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പോലും അല്ലായിരുന്നു അവര്. 1980 തൊട്ട് ഏതാണ്ട് 86 വരെയും അവര് ഈ കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുന്ന മനുഷ്യർ. പക്ഷേ ഇവർ ഈ ഇസ്രയേൽ നടത്തുന്ന കൊടിയ അനീതിയും സ്ഥലം കയ്യേറുന്നതും കണ്ട് ഇവർ പിന്നീട് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ആശയങ്ങളുമായി ചേർന്നുകൊണ്ട് ആയുധം എടുത്തുകൊണ്ട് തന്നെ പോരാടുക എന്നുള്ള നിശ്ചയത്തോടെ സംഘടിപ്പിച്ച ഒരു രാജ്യം, ഒരു സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത്. അവർ സമാധാനപരമായി ചർച്ച ചെയ്യാമെന്നല്ല തീരുമാനിച്ചത്, ആയുധം എടുത്തുകൊണ്ട് പൊരുതുക, ഞങ്ങളുടെ നാടിനെ അതിക്രമിച്ച് കയറിയവരെ ആയുധം കൊണ്ട് തന്നെ പുറത്താക്കുക. അവർക്ക് മുമ്പേ തുടങ്ങിയ പാർട്ടിയാണ് PFLP എന്ന് പറയുന്നത്, നക്സലൈറ്റ് മൂവ്മെന്റ്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മൂവ്മെന്റ്. അവരും ഒരു കാലത്തും ഇസ്രയേലുമായി ചർച്ച പാടില്ല. കാരണം ഇസ്രയേലുമായി ചർച്ച ചെയ്യുന്നത് വാളും കഴുത്തും തമ്മിലുള്ള ചർച്ചയാണ്.
അവിടെ നഷ്ടപ്പെടുന്ന കഴുത്തിനായിരിക്കും വാള് ജയിക്കുകയും ചെയ്യും. ഇപ്പൊ എന്റെ കയ്യിലൊരു തോക്കും നിങ്ങളുടെ കയ്യിലൊരു തോക്കും ഉണ്ടെങ്കിൽ ചർച്ച സാധ്യമാണ്. എന്റെ കയ്യിലൊരു തോക്കും നിങ്ങളുടെ ഒരു കത്തിയുമാണെങ്കിൽ ചർച്ച നടക്കൂല. ഞാൻ പറയും നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. തുല്യ ശക്തികൾ തമ്മിൽ ചർച്ച നടക്കും അവിടെ. ഇല്ലെങ്കിൽ ദ അതർ പാർട്ടി വിൽ ഡിക്റ്റേറ്റ് ദ ടൈംസ്. അതാണ് നടക്കുന്നത്. അതുകൊണ്ട് ഹമാസ് ഉണ്ടായത് പോലും അവരുടെ ചാർട്ടറിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രയേലിനെ അംഗീകരിക്കില്ല, ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യും, അവരെ പുറത്താക്കും, അവരുടെ ആയുധം എടുത്ത് പോരാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയത്. അല്ലാതെ അവരെ ഇടയ്ക്ക് വെച്ച് ആയുധം കൊണ്ടുവന്നാൽ പിന്നെ അവർക്ക് അവിടെ ഇന്നത്തെ അത്രയും റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു പീരീഡ് ഉണ്ടായിരുന്നു കൂട്ടിക്കോ, ഈ ഒക്ടോബർ 7 മുൻപ്. അപ്പൊ ആ പീരീഡിൽ അവർക്ക് കൊണ്ടിരുന്ന അവിടെ ഉണ്ടായിരിക്കുന്ന മിസൈലുകളൊന്നും ഒട്ടും പ്രിസൈസ് ആയ മിസൈലുകളല്ല. അവർ വെള്ളം കൊണ്ടിരുന്ന പൈപ്പുകൾ, മണ്ണിനടി ഭൂഗർഭ ടണലുകൾ ഉണ്ടാക്കി ആ ടണലുകളിലൂടെ ഈജിപ്തുമായും ഒക്കെ ബന്ധപ്പെട്ട അവിടെ ഇറാന്റെ സപ്പോർട്ട്, കാരണം അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും അവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. കാരണം ഫ്ലൈറ്റ് എയർപോർട്ടിൽ അവിടെ ബോർഡർ വഴി പോകാൻ പറ്റില്ല. പിന്നെ ഈ ടണലുകൾ വഴി ഇറാന്റെ സഹായത്തോടു കൂടി ട്രെയിനിങ്ങും കൊടുത്ത് അങ്ങനെ അവിടുത്തെ അവൈലബിൾ ആയിരിക്കുന്ന വളരെ വേറെ മിനിമം സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകുന്ന വസ്തുക്കളാണ് ഇവരുടെ കയ്യിലുണ്ടാകുന്ന റോക്കറ്റുകൾ, വളരെ പ്രിമിറ്റീവ് ആയ ടെക്നോളജി വെച്ച് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. പക്ഷെ അവർ ആയുധം ഉണ്ടാക്കുമെന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയവരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളൻ കയറിയാൽ അവനോട് ചർച്ച ചെയ്യുമല്ല, അവനെ തുരത്തുമെന്ന് തന്നെ പറഞ്ഞ് നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയല്ല. അതിന് ഭീകര സംഘടനാ ലിസ്റ്റിൽ ഇന്ത്യ പെടുത്തിയിട്ടില്ല. യുണൈറ്റഡ് നേഷൻസ് അങ്ങനെ കൃത്യമായൊരു യുണൈറ്റഡ് നേഷൻസ് ഒരു ലിസ്റ്റ് ഭീകര സംഘടന ലിസ്റ്റ് ഇല്ലെങ്കിലും ഭീകര സംഘടനയെ സഹായിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഹമാസ് ഇല്ല, ഹിസ്ബുള്ള ഇല്ല, ഹൂത്തി ഇല്ല. ഇതെല്ലാം സ്വാതന്ത്ര്യ സമര സംഘടനകളായിട്ടാണ്. കാരണം ഇവരൊന്നും പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഈ ഹമാസ് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ലോകത്തിൽ ഒരിടത്തും ഭീകരവാദം കയറ്റി അയക്കുന്നില്ല. അൽഖ്വയ്ദ പോലെയൊന്നും ISIS പോലെയൊന്നും അല്ല. അവരുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ ദേശത്തിന്റെ അതിർത്തി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന, അവരുടെ ശത്രുവിനെ മാത്രം ആക്രമിക്കുന്ന, ആയുധമെടുത്ത് ആക്രമിക്കുന്ന നമ്മുടെ പണ്ടത്തെ ഈ സമീകരണം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഒക്കെ ഇഷ്ടപ്പെടുകയും പറയാം. സുഭാഷ് ചന്ദ്രബോസ് ഇത് എന്താണ് ആയുധം എടുത്തുകൊണ്ട് ശത്രുവിനെ പെരുമാറുന്നത്? സുഭാഷ് ചന്ദ്രബോസിനെ എന്താണ് ബ്രിട്ടൻ വിളിച്ചത്? ഭീകരവാദി എന്നായിരുന്നു വിളിച്ചത്. ഭഗത് സിംഗിനെ എന്താ വിളിച്ചത്? ഉദ്ധം സിംഗിനെ എന്താ വിളിച്ചത്? എന്തിന് ഗാന്ധിയെ പോലും ഭീകരവാദി എന്ന് വിളിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോ ഭീകരവാദി എന്ന് പറഞ്ഞ പ്രയോഗം ആരുടെ പക്ഷത്തും നോക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പൊ പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്ന് നോക്കുന്നുണ്ടല്ലോ, അജ്മൽ കസബ് ഒന്നും